ഒത്തിരി ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെയുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാലത്തെ ആരാധനയിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. आज के आराधना में बहुत सारे परमेश्वर के बच्चे जो बहुत ही बोझ और दर्द और एक प्रार्थना के साथ आए हुए हैं. കഴിഞ്ഞ വീക്കിൽ വെള്ളിയാഴ്ചയും നമ്മുടെ മോർണിംഗ് ഡ്യൂവിനും ഒക്കെ നമ്മൾ ഇത് ശക്തമായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ കൂട്ടായ്മയിൽ ഭാരങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. कि फ्राइडे मीटिंग में मॉर्निंग ड्यू में कहा हुआ कि हमारे बीच में जो भी है बोझ में है उन सब के लिए मैं सामर्थ से प्रार्थना ഈ ദിവസങ്ങളിൽ തന്നെ ഈ ദൈവമക്കൾക്ക് ഒരു വിടുതൽ ഉണ്ടാകണം. आमीन. इन दिनों में इस परमेश्वर के बच्चों के छुटकारा प्रकट होना നമുക്ക് है. ദൈവിക അത്ഭുതങ്ങൾ പിന്നെയും കാണാം. आमीन आमीन. हमें परमेश्वर का चमत्कार फिर से देखना है. 64-ാമത്തെ അധ്യായം യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ വായിച്ചപ്പോൾ एशिया 64 जो हमने पढ़ा അതിനകത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. उसकी आयत आपने ध्यान दिया होगा. അയ്യോ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം जातियां आपके सम्मुख में कांपने के लिए നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. इस प्रकार कहते हैं कि आग से जल जाए और पहाड़ जो है पिघल जाए उस प्रकार तो उतर के आ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഹൃദയത്തിലെ ഒരു പ്രാർത്ഥനയാണ്. कि पिछले दिनों पासवान के हृदय का एक प्रार्थना है. കർത്താവേ നീ ഒന്ന് വെളിപ്പെട്ട് വരണം. आमेन आमेन हालेलुया. परमेश्वर तू प्रकट हो के നീ ഒന്ന് ഇറങ്ങി വരണമേ. परमेश्वर तू प्रकट हो के उतर के आ. ഈ വാക്കുകൾ യെശയ്യാവ് എഴുതുമ്പോൾ ये जब आयत आयशा ने लिखा യെശയ്യാവിന്റെ പ്രാർത്ഥന उसका जो प्रार्थना है ഒരു വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങി വരണമെന്നുള്ളതാണ്. एक बहुत बड़ा परमेश्वर का सानिध्य उतर आना है. ദൈവം വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. परमेश्वर वचन में बहुत बार उतर के आया है. പഴയ നിയമകാലത്ത് പല സ്ഥലങ്ങളിൽ पुराने नियम में काफी सारे जगह पे സിനായ് പർവ്വതത്തിലൊക്കെ ദൈവം ഇറങ്ങി വന്നപ്പോൾ जब सिनाई पहाड़ में परमेश्वर उतर के आया യെശയ്യാവ് പറഞ്ഞതുപോലുള്ള കാഴ്ചയെ അവർ കണ്ടത്. एशिया ने जैसा कहा वैसा उस प्रकार के वो लोगों ने देखा പർവ്വതങ്ങൾ കത്തുന്നത് പോലെ ഉരുകി പോകുന്നത് പോലെ ദൈവം ഇറങ്ങി വന്നു. कि पहाड़ मेम के जैसा पिघलते उस प्रकार परमेश्वर उतर के आया. അതുകൊണ്ട് യെശയ്യാ പറയാണ് അതുപോലെ ദൈവമേ നീ ഒന്ന് ഇറങ്ങി വരണമെന്ന്. और एशिया कहते परमेश्वर उस प्रकार तू जरा उतर के आ. അതിന് തിയോഫനി എന്നാണ് ഈ പഴയ നിയമത്തിൽ ദൈവം ഇറങ്ങി വന്ന അനുഭവങ്ങൾക്ക് പറഞ്ഞത് തിയോഫനി എന്നാണ്. पुराने नियम में उसको इस प्रकार कहते हैं थियोफनी कहता है. തിയോ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന അർത്ഥം. थियो मतलब परमेश्वर. തിയോഫനി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന അർത്ഥം. थियोफनी का मतलब परमेश्वर का प्रकाशन. അത് പുതിയ നിയമമാകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പദം എപ്പിഫനി എന്ന പദമാണ്. लेकिन जब नया नियम में बोलते हैं एपिफेनी. എപ്പിഫനി എന്ന് പറയുമ്പോൾ ക്രിസ്തു ഇറങ്ങി വരുന്ന അനുഭവം. एपिफेनी का मतलब है मसीहा उतर आता ഒരു है. വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. बहुत फर्क है. ഈ പഴയ നിയമത്തിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ മലയൊക്കെ പിടിച്ചു കുലുക്കി ഹല്ലേലൂയ അല്ലേ, സീനായി പർവ്വതമൊക്കെ കത്തി മോശ പോലും വിറച്ചു പോയി ആ കാഴ്ച കണ്ടിട്ട്. कि पुराना नियम जब परमेश्वर उतर आया तो सीनाई पहाड़ पूरा जल गया कि वो सब दृष्टि देख के मूसा भी डर गए. പക്ഷെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ लेकिन जब नया नियम में मसीहा जब पृथ्वी में उतर आया അവൻ മലകളെ കുലുക്കിക്കൊണ്ടല്ല ഇറങ്ങി വന്നത്. उसने पहाड़ों को हिला के नहीं आया. വലിയ ആരവാരങ്ങളോടല്ല ഇറങ്ങി വന്നത്. बहुत बड़े झुंड के साथ नहीं आया. ഹല്ലേലൂയ. എങ്ങനെയാണ് അവൻ ഇറങ്ങി വന്നത്? वो किस प्रकार उतर आया? ആരും അറിയാതെ बिना कोई जाने ബേത്ലഹേമിൽ बेतलेहम में ആരും അറിയാതെ बिना कोई जाने അന്ന് രാത്രി उस दिन रात को അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. वो पृथ्वी में उतर आया. ഒരു പുൽക്കൂട്ടിൽ അവനെ കിടത്തിയത്. एक मैंजर में उतर आया. ആരവാരങ്ങളില്ലായിരുന്നു. उसमें कोई घोषणा नहीं था. വലിയ തീ കത്തുന്ന അനുഭവങ്ങളൊന്നും कोई ഇല്ലായിരുന്നു. आग लगने वाले अनुभव नहीं था. എന്നാൽ നിങ്ങൾക്കറിയാമോ, लेकिन आपको पता है അങ്ങ് ദൂരെ എവിടെയോ കിഴക്കൻ ദേശത്തുള്ള लेकिन दूर कहीं तो उत्तर देश में ചില വിദ്വാൻമാർ, कुछ ज्ञानी लोग, അറിവുള്ളവരാണ്, वो ज्ञानी था. അവർ ആകാശത്തേക്ക് നോക്കിയപ്പോൾ वो जब आकाश में देखा അവരൊരു നക്ഷത്രം കണ്ടു. उन्होंने एक तारा देखा. ആ നക്ഷത്രം അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. वो तारा उन्होंने पहली बार അവർ देखा. വാന നിരീക്ഷകരാണെന്നാ പറയുന്നത്. वो इस प्रकार कहते वो एस्ट्रोलॉजिस्ट थे. ഈ പിന്നെ ഈ അറേബ്യൻസ് പഴയ കാലം മുതൽ അവർ ഈ അസ്ട്രോളജിയിൽ വളരെ മുൻപിൽ നിന്നവരായിരുന്നു. अरबियंस जो है पहले से एस्ट्रोलॉजी बहुत आगे थे. അതിനൊരു കാരണം പറയുന്നത് उसका एक कारण इस प्रकार कहते അറേബ്യൻ हैं ദേശങ്ങളുടെ ഒരു ഭൂപ്രകൃതിയാണ്. कि वो अरबियन देश का एक उस प्रकार ഏറ്റവും വിശാലമായ ആകാശം കാണുന്നത് ആ ദേശങ്ങളിലാണ്. वहां से एकदम अच्छी तरह से बहुत आकाश दिखता അതിന്റെ है. ഒരു ജിയോഗ്രഫിക്കൽ ഒരു പ്രത്യേകത കൊണ്ട് उनका जो जियोग्राफिकल खासियत से ഏറ്റവും വലിയ ചക്രവാളം, ഏറ്റവും വലിയ ആകാശം കാണാൻ കഴിയുന്നത് അറേബ്യൻ ദേശങ്ങളിലാണെന്ന് പറയുന്നു. तो इस प्रकार कहते हैं कि आकाश को बहुत ज्यादा देखने के लिए अरब से അതുകൊണ്ട് होता വാന है. നിരീക്ഷണം അവർക്ക് എളുപ്പമാണ്. इसके लिए वो अच्छी तरह से कर पाते हैं. അപ്പൊ അതുകൊണ്ട് അവർ ഈ വാന നിരീക്ഷണം നടത്തി ജ്യോതിശാസ്ത്രം, നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു
കാര്യം അറബികളുടെ ഇടയിൽ പണ്ടേ ഉണ്ടായിരുന്നു. तो अरबियों में पहले से क्या है कि नक्षत्र के सब बारे में सीखने का एक ये था. അപ്പോൾ അവിടുന്ന് പോയതെന്നാ പറയുന്നത്. तो वहां से हो गए. അവർ നോക്കിയപ്പോൾ ഒരു പുതിയ നക്ഷത്രം. तो उन्होंने देखा एक नया तारा. അവർ പറഞ്ഞു ഈ നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. और इस तारा का एक खासियत है. നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്താ? तारा का खासियत क्या है? അവർക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പണ്ടേ കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. उनको परमेश्वर के वचन से पहले मिला हुआ एक जानकारी था. യാക്കോബിൽ നിന്ന് ദാവീദിന്റെ ഒരു നക്ഷത്രം ഉദിക്കും എന്നുള്ള ഒരു വാക്യം അവർക്കറിയാം. उनको पता था कि याकूब से दावीद के द्वारा एक तारा उगेगा. ഈ വാക്യം ഹല്ലേലൂയ അവര് പഠിച്ചിട്ടുണ്ട്. ये जो आयत उन्होंने सीखा था. അവർ തമ്മിൽ പറഞ്ഞു, उन्होंने एक दूसरे से ഈ कहा പുതിയ നക്ഷത്രം ये जो नया तारा है വേദപുസ്തകത്തിൽ പ്രവചനത്തിന്റെ നിവർത്തിയാ. वचन में कहा हुआ वचन की യഹൂദന്മാരുടെ രാജാവായിട്ട് ഒരുത്തൻ ജനിച്ചിട്ടുണ്ട്. यहूदियों का राजा बन के एक आया വാ है. നമുക്ക് അവനെ പോയി കാണാം. आओ हम जाके उनसे मिलते हैं. ഹല്ലേലൂയ, നമുക്ക് അവനെ പോയി കാണാം. हम उसे जाके देखते हैं. ആ വിദ്വാൻമാർ യേശുവിന്റെ അടുക്കൽ വന്ന കഥ നിങ്ങൾക്കറിയാം. वो विद्वान लोग यीशु के पास जो आया वो कहानी आप जानते हैं. യേശുവിനെ വന്ന് വീണു വണങ്ങിയ കഥ നമുക്കറിയാം. यीशु के पास आके दास्तान किया उसके बारे में आपको पता है. ലോക ചരിത്രത്തിലെ दुनिया के इतिहास ഒരു में വലിയ എപ്പിഫനിയുടെ ആരംഭമായിരുന്നത്. दुनिया में सबसे बड़ा एपिफनी का आरंभ था. ജാതികൾ കണ്ട് വിറയ്ക്കത്തക്കവണ്ണം जातियां देख के कांपने के പഴയ लिए നിയമത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ पुराने नियम में परमेश्वर उतर आया. ഇവിടെ പുതിയ നിയമത്തിൽ ജാതികൾ കണ്ട് വണങ്ങത്തക്കവണ്ണം आमेन आमेन. नया नियम में जातियां देख के नमस्कार करने के ഒരു लिए കൊച്ചു കുഞ്ഞായിട്ട് എപ്പിഫനി സംഭവിച്ചിരിക്കുക. एक छोटा बालक बन के एपिफनी हुआ. ആരവാരങ്ങളൊന്നുമില്ല കേട്ടോ. യേശുവിനെ കുറിച്ച് ഒത്തിരി പ്രത്യേകതകളുണ്ട് പ്രിയമുള്ളവരെ. कि यीशु के बारे में बहुत खासियत है. കഴിഞ്ഞ ഒരു വീക്കിൽ ഞാൻ പറഞ്ഞതാണ് യേശുവിന്റെ ചില പ്രത്യേകതകൾ. पिछले एक हफ्ते यीशु के खासियत के बारे में നമ്മളൊക്കെ कहा. ചിന്തിക്കുന്നത് പോലെ അല്ലായിരുന്നു യേശുവിന്റെ രൂപം എന്നാ ചരിത്രം പറയുന്നത്. इतिहास कहते हम जैसा सोचते वैसा नहीं था यीशु का रूप. വലിയൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളിനെയല്ല നമ്മുടെ മനസ്സിൽ കാണുന്നത്. हम बहुत बड़ा एक पर्सनालिटी के साथ एक व्यक्ति को വലിയ ഹൈറ്റും വെയിറ്റും ഒക്കെയുള്ള വലിയ സുമുഖനാകുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെയാണ് നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നത്. हम चित्र में इस प्रकार देख के अच्छा खत अच्छा हाइट और एक अच्छा എന്നാൽ पर्सनालिटी. അങ്ങനെയല്ല ചരിത്രം പറയുന്നത്. लेकिन वैसा नहीं इतिहास कहता യേശു है. ഉയരത്തിലൊക്കെ കുറവുള്ള ഒരു വ്യക്തിയായിരുന്നെന്നാ. वो खत में सब कम था. യെശയ്യാവ് പ്രവചിച്ചതുപോലെ കണ്ടാൽ ആഗ്രഹിക്കാത്ത സൗന്ദര്യമില്ലായിരുന്നെന്നാ. ऐसा इस प्रकार कहते हैं कि जो देखने से इच्छा रखने वाला യേശു ഈ खूबसूरती नहीं था. ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ यीशु जो पृथ्वी में आया അവനവന്റെ രൂപഗുണം കൊണ്ട് ആരെയും ആകർഷിക്കാൻ ശ്രമിച്ചില്ല. वो अपने रूप के गुण से किसी को आकर्षण അവൻ करने नहीं പിറന്ന देगा. കുടുംബം എങ്ങനെയുള്ള കുടുംബമായിരുന്നു? वो जो कुटुंब में जन्म वो कुटुंब कैसा था? ആരുടെ കുടുംബത്തിലാണ് ജനിച്ചത്? किसके कुटुंब में जन्म हुआ? അച്ഛനാകുന്ന ജോസഫിന്റെ കുടുംബത്തിൽ അല്ലേ? एक कारपेंटर का कुटुंब में. അതിലും വലിയ കുടുംബങ്ങൾ ദാവീദിന്റെ ഗോത്രത്തിൽ അവിടെ ഉണ്ടെന്നേ. उससे बड़ा बड़ा कुटुंब था दावीद के गोत्र में. പക്ഷേ യേശു കർത്താവ് ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ जब यीशु मसीह भूमि में आया അവൻ ഹല്ലേലൂയ ഒരു രാജാവിന്റെ കുടുംബമല്ല തിരഞ്ഞെടുത്തത്. उसने एक राजा का कुटुंब नहीं चुना. ഈ വിദ്വാൻമാർക്ക് ഒരു അബദ്ധം പറ്റി. ये ज्ञानियों को गलती हुआ. അവര് ദൈവത്തിന്റെ വചനത്തിന് ഇത്രയൊക്കെ ഗ്രഹിച്ചു. യഹൂദന്മാരുടെ രാജാവ് ജനിക്കുമ്പോൾ ഒരു നക്ഷത്രം ഉദിക്കും. उन्होंने वचन में इतना ग्रहण किया कि जब यहूदियों का राजा जन्म होगा तो एक तारा प्रकट ഈ होगा. നക്ഷത്രത്തിനും പ്രത്യേകതകളുണ്ട് പ്രിയമുള്ളവരെ. ये तारा का एक खासियत था. ഈ നക്ഷത്രത്തിന്റെ മോമെന്റ് ये जो तारा का जो मूवमेंट है അത് നോക്കിയാ ഇവര് സഞ്ചരിച്ചത്. वो उसका मूवमेंट देख के वो चले. സാധാരണ നക്ഷത്രങ്ങളിൽ നിന്ന് ഈ നക്ഷത്രം വ്യത്യസ്തമായിരുന്നു. साधारण तारों से अलग था. ഇത് കിഴക്ക് കണ്ട നക്ഷത്രം പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചെന്ന. ये जो है ഈസ്റ്റ് या पूर्व में जो देखा हुआ तारा था वो पश्चिम की ओर चला. അത് വളരെ വ്യത്യസ്തമാകുന്ന ഒരു ഡിറക്ഷനാ കേട്ടോ. वो एक डिफरेंट डायरेक्शन है. പിന്നെ ഈ നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുള്ളത്, दूसरा एक खासियत, നക്ഷത്രം സാധാരണ ആളുകൾ കാണുന്നത് രാത്രിയിലല്ലേ? तारा जो ज्यादातर लोग देखते हैं रात में. അപ്പൊ ഈ വിദ്വാൻമാര് രാത്രിയിലാണോ സഞ്ചരിച്ചത്? क्या ये क्या रात में लोग ने सफर किया? ഇതും വളരെ നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നാം. ये भी हमें एक खास लग सकते हैं. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്രം ഒരു സാധാരണ നക്ഷത്രമായിരുന്നില്ല. तो अगर देखा जाए तो ये जो तारा एक साधारण तारा नहीं था. രാത്രി സഞ്ചരിക്കുക സാധ്യമല്ല. कि उन जमाने में रात में सफर करना आसान नहीं था. സഞ്ചരിക്കുമ്പോഴും ഗൈഡ് ചെയ്യാൻ പറ്റുന്ന നക്ഷത്രമായിരുന്നത്. वो दिन में सफर करते समय भी वो गाइड कर सकता എന്ന് था. പറഞ്ഞാൽ അത് വിസിബിൾ ആയിരുന്നു. उसका मतलब वो देख सकता था ഇനി ഈ दिन में भी. നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. और एक खासियत क्या है? ആ പ്രത്യേകത എന്താണെന്നറിയാമോ? वो क्या है?
ഇവരെ വഴിതെറ്റി ഹെരോദാവിന്റെ വീട്ടിൽ പോയി അല്ലേ? ये रास्ता भटक के हेरोदा का घर में गया, വഴിതെറ്റി ഹെരോദാവിന്റെ വീട്ടിൽ പോയി. घर भटक रास्ता भटक के അവിടെ താമസിച്ച് അടുത്ത ദിവസം വന്നപ്പോൾ നക്ഷത്രം കണ്ടു. हमें एक दिन वहां रह के जब लौट के आया तो तारा वहां देखा. എന്ന് പറഞ്ഞാൽ उसका ആ अर्थ है ഒരു ദിവസം നക്ഷത്രം ഒരു സ്റ്റെപ്പ് പിന്നെ മുന്നോട്ട് വെച്ചില്ല, അവിടെ തന്നെ നിന്നു. कि वो एक दिन वो तारा एक स्टेप भी आगे नहीं बढ़ा, उधर ही ഇത് रुका. ജ്യോതിശാസ്ത്രത്തിനെതിരാ. ये जो ज्योतिष के ഒരു शास्त्र के विरुद्ध है. ജ്യോതിഷത്തിന് അങ്ങനെ ഒരു ദിവസം ഒന്നും നിൽക്കാൻ ഒക്കത്തില്ല. वो एक दिन ऐसा रुक नहीं सकता. ഇത് നിന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ये जो रुका उसका अर्थ ഇവർക്ക് വേണ്ടി കാത്തു നിന്ന ഒരു നക്ഷത്രമായിരുന്നു. इनके लिए इंतजार करने वाला एक तारा था. അതൊരു സാധാരണ നക്ഷത്രമല്ല. एक साधारण तारा नहीं था. ഞാൻ കഴിഞ്ഞ ദിവസം സിബി ബ്രദറിനോട് പറഞ്ഞു, എന്റെ ആരംഭകാല പ്രസംഗങ്ങളൊക്കെ ഒട്ടുമുക്കാൽ എന്റെ പപ്പായ്ക്ക് കിട്ടിയ വചനവെളിപ്പാടായിരുന്നു. मैंने सीबी ब्रदर से इस प्रकार कहा कि जो आरंभ का जो वचन था पासवान का वो पूरा उनके पिता को मिला हुआ था. അടുത്തത് പപ്പായ്ക്ക് കിട്ടിയ ഒരു വെളിപ്പാടാ പറയാൻ പോകുന്നത്. तो अगले जो है उनकी पापा को मिला वो एक प्रकाशन है. പപ്പ ഒരിക്കലും എന്നോട് പറഞ്ഞു, മോനെ അതൊരു സാധാരണ നക്ഷത്രമായിരുന്നില്ല, बोले कि वो एक साधारण तारा नहीं था, അതൊരു ദൈവദൂതനായിരുന്നു. वो एक परमेश्वर का दूत था. कारण വേദപുസ്തകത്തിൽ ദൂതന്മാരെ നക്ഷത്രങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ട്. क्योंकि परमेश्वर के वचन में स्वर्गदूतों को तारा बुलाया है. ജിയോഗ്രഫിയുടെ ജ്യോതിശാസ്ത്രത്തിന്റെ വിപരീത ദിശയിൽ പോകുന്ന ഒരു നക്ഷത്രം, कि ज्योग्राफी में जो है उसके डिफरेंट डायरेक्शन में जाने वाला एक तारा, പകലും ഗൈഡ് ചെയ്യുന്ന ഒരു നക്ഷത്രം, जो दिन में भी गाइड करने वाला, വഴി തെറ്റി പോയപ്പോൾ കാത്തു നിന്നൊരു നക്ഷത്രം, जो रास्ता भटक गया तो रुकने वाला एक അതൊരു तारा, സാധാരണ നക്ഷത്രമായിരുന്നില്ല. वो एक साधारण तारा नहीं था. ഹല്ലേലൂയ. हालेलुया. ഞാൻ മടങ്ങി വരട്ടെ നമ്മുടെ मैं लौट आता हूँ. ഹെരോദാവിന്റെ വീട്ടിലേക്കാണ് ഈ വിദ്വാൻമാർ വന്നത്. तो यहोदा का घर में विद्वान लोग आया. എന്താ പ്രശ്നം എന്നറിയാമോ? समस्या क्या था? ഇത്രയും നേരം നടന്നത് इतना देर तो चला ദൈവം കൊടുത്ത അടയാളത്തെ നോക്കിയിട്ടാ. परमेश्वर ने दिया वो चिन्ह को देख के था. അല്ലേ? ഇത്ര നേരം നടന്നത് ആരെ നോക്കിയിട്ടാ? हालेलुया. अब तक जो चला परमेश्वर ने दिया चिन्ह को ദൈവം देख के, കൊടുത്ത അടയാളത്തെ നോക്കി. परमेश्वर ने दिया चिन्ह को വീട്ടിൽ देख നിന്ന് പുറപ്പെട്ടത് എന്ത് കേട്ടിട്ടാ? के. घर से जो निकला क्या सुन के? ദൈവവചനത്തിൽ എഴുതിയ ഒരു സബ്ജക്ട് വായിച്ചിട്ടാ. कि परमेश्वर के वचन में पढ़ा ഒരു वो एक നക്ഷത്രം ഉദിക്കുമെന്ന് വേദപുസ്തകം പറഞ്ഞത് കണ്ടിട്ട് ഇറങ്ങിയത്. एक तारा उगेगा वचन में लिखा वो सुन के. ഇത്ര നേരം നടന്നത് നക്ഷത്രത്തെ നോക്കിയിട്ടാ. अब तक जो चला तारा को देख के. പക്ഷെ ജെറുസലേമിൽ വന്നു കഴിഞ്ഞപ്പോൾ जब जेरूसलम में आया അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, वो एक दूसरे से ഇത് कहा ജനിച്ചത് രാജാവല്ലേ, एक राजा जन्म लिया. ഇനി ഈ നക്ഷത്രം ഒന്നും നോക്കണ്ട. अब ये तारा को नहीं രാജാവ് देखे. എവിടെ ജനിക്കുന്നത്? राजा कहाँ मिलेगा? രാജകൊട്ടാരത്തില്ല. राजा के महल में. ഹല്ലേലൂയ. हालेलुया. അവരെന്ത് ചെയ്തു? उन्होंने क्या ആ किया? ദേശത്തിലെ രാജാവാകുന്ന ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. वो क्या है कि एकदम जोश में हेरोदा के ഹെരോദാവേ, हेरोदा യഹൂദന്മാരുടെ രാജാവ് ജനിച്ചവൻ എവിടെ? यहूदियों के जो राजा जन्म लिया രാജാവ് किधर है? ചുറ്റും നോക്കുക. राजा चारों बाजू देख रहे കൊട്ടാരത്തിൽ ഈ ദിവസം ഒന്നും ആരും ജനിച്ചില്ലല്ലോ. बोले यहाँ तो कोई जन्म नहीं हुआ. യഹൂദന്മാരുടെ രാജാവ് ജനിച്ചവൻ എവിടെ? ഹല്ലേലൂയ. यहूदियों के जो राजा बन के എന്താ जन्म लिया പറ്റുന്നത് किधर है? അറിയാമോ? क्या हुआ? ഇത്രയും നേരം ദൈവശബ്ദം കേട്ട് നടന്നവൻ इतना देर जो परमेश्वर की आवाज सुन के जो चला, അല്പസമയത്തേക്ക് ബുദ്ധിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. कुछ समय के लिए बुद्धि की आवाज सुनने लगा. എനിക്ക് ബുദ്ധിയൊക്കെ ഉപയോഗിക്കണ്ടായോ? പക്ഷെ യേശുവിന്റെ പ്രത്യേകത, लेकिन यीशु की जो അവൻ खासियत, രാജാവായിട്ടും वो राजा होके भी, അവൻ രാജാവാകുന്നവനായിട്ടും वो राजा होने के बावजूद അവൻ ജനിക്കാൻ കൊട്ടാരമല്ല തെരഞ്ഞെടുത്തത്. वो जन्म लेने के लिए महल नहीं चुना. ശരിയല്ലേ? അവൻ ഏത് വീടാ തെരഞ്ഞെടുത്തത്? उसने कौन सा घर चुना? നസ്രത്തിലെ ഹല്ലേലൂയ ഒരു നസ്രത്ത് മറിയത്തിന്റെ ഉദരം, एक मरियम का घोग. ജോസഫ് എന്ന് പറയുന്ന ഹല്ലേലൂയ जोसेफ जो कहता है ഒരു കാർപ്പന്ററുടെ കുടുംബം. एक सुतार का घर. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു വലിയ സിംബോളിസം ഉണ്ടായിരുന്നു. मुझे इस प्रकार लगता है उसमें सिंबोलिज्म है. അതുകൊണ്ടാണ് യേശുവിനെ ഹല്ലേലൂയ അല്ലേ തച്ചന്റെ മകൻ എന്നൊക്കെ വിളിക്കുന്നത്. इसके लिए यीशु को सुतार का बेटा कहता है, കാർപ്പന്റേഴ്സ് സൺ. कि तू चार ശരിക്കും അത് എല്ലാ അർത്ഥത്തിലും ശരിയാ. हकीकत में सारे अर्थ में सही സകല है. ബ്രഹ്മാണ്ടത്തെയും സൃഷ്ടിച്ച ദ ഗ്രേറ്റ് കാർപ്പന്റർ അല്ലേ, पूरी सृष्टि को जो बनाया सबसे बड़ा ഏറ്റവും कारपेंटर, വലിയ വിശ്വത്തെ നിർമ്മിച്ച വിശ്വകർമ്മയുടെ മകൻ ഹല്ലേലൂയ ആണ് യേശു विश्व को बनाने वाला विश्वकर्मा का जो बेटा. അതോടൊപ്പം തന്നെ उसी प्रकार ഹല്ലേലൂയ ജോസഫ് എന്ന കാർപ്പന്ററുടെ കുടുംബത്തിലാണ് യേശു उसी ജനിച്ചത്. प्रकार जोसेफ बोल के जो सुतार के घर में ഈ हुआ. യേശു കർത്താവ് ये यीशु मसीह ഒരു പാവം പിടിച്ച വീടാ തിരഞ്ഞെടുത്തത്. एक गरीब घर को चुना. നിങ്ങൾ ഇതിക്ക് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? आप पूछे वचन में लिखा है क्या? ഉണ്ടോ? ഈ ജോസഫിന്റെയും മറിയയുടെ വീട് പാവം പിടിച്ച വീടാന്ന് എഴുതിയിട്ടുണ്ടോ? क्या वचन में लिखा है कि जोसेफ और मरियम का घर एकदम गरीब था? കാർപ്പന്റർമാരെല്ലാം പാവങ്ങളാണോ? क्या कारपेंटर लोग सब लोग क्या गरीब है? മാന്യമായി ജോലി ചെയ്യുന്നവരാ. वो काम करने वाले हैं. ഹല്ലേലൂയ.
പിന്നെ എന്താ പറഞ്ഞത് പാവം പിടിച്ച് വിടാന്ന്? അതിന് തെളിവ് വേദപുസ്തകത്തിലുണ്ട്. उसका एक सबूत है वचन എന്താ में। തെളിവെന്നറിയാം? सबूत क्या है? ഈ യേശുവിന്റെ പരിച്ഛേദനയ്ക്ക് വേണ്ടി അവനെ ആലയത്തിൽ കൊണ്ടുവന്നപ്പം जब यीशु की कटने के लिए जब मंदिर में लाया, അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് वहाँ साफ साफ लिखा है അവിടെ അർപ്പിക്കാൻ വേണ്ടി എന്തോ കൊണ്ടുവന്നെന്നുള്ളത്. उन्होंने क्या बेट लाया എന്തോ था, കൊണ്ടുവന്നത്? क्या लेके आया? കുറുമ്പ്രാവിനെ. वो कबूतर को ले आया। അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? उसकी खासियत क्या है? അന്ന് കാലത്ത് ഈ യാഗം കഴിക്കാൻ വരുമ്പോൾ, അർപ്പിക്കാൻ വരുമ്പോൾ, जब बलि चढ़ाने के लिए उस जमाने में जब നല്ല आते थे, കാശുള്ള വീട്ടിൽ നിന്ന് നല്ലൊരു കാളക്കുട്ടിയെ കൊണ്ടുവരും. अगर अच्छे धनी है तो वो क्या करेगा? गाय के बछड़े को लाएगा। ഈ ഇച്ചിരൂടെ പണം കുറവായ ചെറിയ ആട്ടുകുട്ടിയെ കൊണ്ടുവരും. अगर धन कम है तो एक बकरी के बच्चे को लाएगा। ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടി അവിടെ പ്രാവുണ്ട് കേട്ടോ. जो कुछ भी नहीं उनके लिए कबूतर था। നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? आपको समझ में आ रहा പാവം പിടിച്ചവരുടെ അർപ്പണമാ കുറുംപ്രാവ്. है? ये जो गरीबों का चढ़ावा എന്ന് था, പറഞ്ഞാൽ യേശുവിന്റെ അപ്പനും അമ്മയ്ക്കും കുറുംപ്രാവിനെ മേടിക്കാനുള്ള കാശേ ഉള്ളായിരുന്നു. उसका अर्थ है कि यीशु का जो माता पिता था उनको जब कबूतर लेने का धन എന്റെ था। കർത്താവ് നീ എന്ത് മണ്ടത്തിലാ കാണിച്ചു? ജനിക്കുമ്പോ അങ്ങനെ നല്ല കുടുംബത്തിൽ ജനിക്കണ്ടായോ? ഹല്ലേലൂയ. परमेश्वर तू क्या गलती किया कि अगर जन्म लिया है तो एक अच्छे घर में जन्म लेना യേശു है। ഒത്തിരി വ്യത്യസ്തനാ കേട്ടോ. मेरा यीशु बहुत अलग ഞാൻ है പറഞ്ഞു പഴയ നിയമത്തിലെ തിയോഫനി ഒത്തിരി ആരവാരങ്ങളോടെ ഇറങ്ങി വന്നതെങ്കിൽ कि पुराना नियम का थियोफनी बहुत ही जोश से आया हुआ പർവ്വതത്തെ था। പിടിച്ചു കുലുക്കിക്കൊണ്ട് ഇറങ്ങി വന്നതെങ്കിൽ पहाड़ को हिला के उतरा तो പുതിയ നിയമത്തിലെ തിയോഫനി, कि नया नियम का जो थियोफनी है। ഹല്ലേലൂയ. ഞാൻ ഈ വചനം പറയാനല്ല വന്നത്. मैं ये वचन बोलने नहीं आया। ഞാൻ സത്യത്തിൽ രാവിലത്തെ മെസ്സേജ് കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. हकीकत में सुबह का मैसेज പക്ഷേ कंटिन्यू ആരോടോ करना चाहते हैं। പരിശുദ്ധാത്മാവ് വളരെ ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. किसी को तो परमेश्वर बेसिक चीजें बता रहे यीशु के നമ്മുടെ बारे में। അണ്ടർസ്റ്റാൻഡിങ് യേശുവിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓപ്പൺ ആയി വരാൻ വേണ്ടിയാണ്. हमारा जो सोच है वो यीशु के बारे में बेसिक चीजें समझने के लिए। പഴയ നിയമത്തിൽ പർവ്വതത്തെ കുലുക്കി തീ കത്തിച്ചൊക്കെയാണ് തിയോഫനി ഉണ്ടായതെങ്കിൽ പുതിയ നിയമത്തിൽ എപ്പിഫനി യേശു വെളിപ്പെട്ടു വന്നപ്പോൾ कि पुराना नियम में पहाड़ों को आग अंगार लगा के जब आया है तो नया नियम में यीशु मसीह ആരും അറിയാത്ത ഒരു കുടുംബത്തിൽ कि जो कोई नहीं जानने वाले വളരെ कुटुंब में സൈലന്റ് ആയിട്ട് बहुत ही शांति से। അന്ന് ബേത്ലഹേമിൽ ഒത്തിരി തിക്കും തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. उस दिन बेतले बहुत भीड़ जमा हुआ ആ था। തിക്കിന്റെയും തിരക്കിന്റെയും ഇടയിൽ उस भीड़ भाड़ के बीच ആ में ബേത്ലഹേമിലെ ഏതോ ഒരു തെരുവോരത്ത്, वो बेतले में किधर तो एक जगह पे എവിടാണെന്ന് അറിയത്തില്ല കേട്ടോ, किधर है पता नहीं, അങ്ങനെ വേദപുസ്തകം പറയുന്നത്. ऐसा वचन कहता है। ഹല്ലേലൂയ. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് പിന്നെ എന്ത് ചെയ്തെന്ന പുൽക്കൂട്ടിൽ കിടത്തി എന്നാ പറയുന്നത്. പുൽക്കൂട്ടിലല്ല യേശു ജനിച്ചത്. कि बोलते ना कि कहीं जगह नहीं था बोल के एक घोंसले में नहीं पर यीशु जन्म हुआ। ഹല്ലേലൂയ. ശരിയല്ലേ ഞാൻ പറയുന്നത്? सही है कि नहीं? അങ്ങനെ അവൻ വെളിപ്പെടുവാനിടയായി. वैसा वो प्रकट हुआ ഒരു വലിയ പണക്കാരുടെ വീട്ടിലൊന്നുമല്ല, ഒരു ദരിദ്ര കുടുംബത്തിൽ. एक धनी का घर में नहीं, एक गरीब घर में। അവരുടെ കുഞ്ഞിന് വേണ്ടി പരിച്ഛേദനയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരു കുറുമ്പ്രാവിനെ മാത്രം അർപ്പിക്കുവാനുള്ള പാങ്ങ്, അതിനുള്ള ശക്തിയെ ഈ കുടുംബത്തിനുണ്ടായിരുന്നു. उस कुटुंब को चढ़ाने के लिए एक कबूतर ही चढ़ा सकता था, उतना ही धन था उनके पास। ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് സാധാരണ ഇങ്ങനെയാണ് പറയുന്നത്. यीशु के बारे में साधारण इस प्रकार कहते हैं। ജനിച്ചപ്പോൾ वो जब जन्म लिया, അവനെ കടത്താൻ ഒരു സ്ഥലമില്ലായിരുന്നു. वो जब जन्म लिया उसको रखने के लिए जगह नहीं था। അവൻ ആരാ? അവൻ ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ചവനാ, സൃഷ്ടികർത്താവാ, സകലതും അവൻ്റെതാ. कि पूरा पृथ्वी उसका, पूरा सृष्टि उसका है। ഇതെല്ലാം അവൻ്റെതാണെങ്കിൽ അവന് കിടക്കാൻ വഴിയമ്പലത്തിൽ സ്ഥലം കിട്ടിയില്ല. वो भले पूरा उसका उसको लेकिन लेटने के लिए जगह नहीं मिला। പുൽക്കൂട്ടിൽ അവനെ കിടത്തി എന്ന് वो चरनी में वो पड़ा। നീ യേശു ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞ ശേഷം जब यीशु ने सेवका शुरू किया तो ചിലർ യേശുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, कुछ लोग यीशु के पास आके ഗുരു पूछा, നീ എവിടെ പാർക്കുന്നു? गुरु तू कहाँ रहता है? അപ്പൊ യേശു പറഞ്ഞു, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. बोला यीशु बोला आके देखो। യേശു തന്നെ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. यीशु ने स्वयं बोला हुआ कुछ बातें हैं। കുറുനരികൾക്ക് മാളമുണ്ട് അല്ലേ, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കാൻ ഇടമില്ല. ഇത് യേശുവിന്റെ അവസ്ഥയായിരുന്നു കേട്ടോ. यीशु इस प्रकार कहते हैं कि चिड़ियों को घोंसला है लेकिन इंसान के पुत्र को रहने के लिए जगह नहीं है। ജെറുസലേമിലേക്ക് യാത്ര ചെയ്ത യേശു, जेरूसलम में जो यात्रा किया यीशु, ഒരു വാഹനമൃഗം വേണം. उसको एक चलने के लिए गाड़ी चाहिए। സെഖര്യാവിന്റെ പ്രവചനം നിവർത്തിക്കപ്പെടുവാൻ അല്ലേ. सक्रिया का जो भविष्यवाणी पूरा होने के लिए നമ്മളിത് കേട്ടതാ ഒരു ദിവസം. एक दिन हमने सुना ആരുടെയോ ഒരു കഴുതക്കുട്ടി അഴിച്ചെടുത്തോണ്ട് വന്നു. किसी का तो एक गधे के बच्चे को ले आया। തിരിച്ചു കൊടുത്തിട്ടുണ്ടാകാം കേട്ടോ, वापस दिया होगा, കാരണം യേശു ആയതുകൊണ്ട് ഉറപ്പാ തിരിച്ചു കൊടുക്കുന്നുള്ളത്. यीशु इसके लिए पक्का है कि वापस देगा। आमीन ആമീൻ പറഞ്ഞാട്ടെ. आमीन ഹല്ലേലൂയ. हालेलुया। ആരുടെയോ കഴുതക്കുട്ടി അഴിച്ചെടുത്തു. किसी का तो गधे के बच्चे को लिया। ക്രൂശിക്കപ്പെടുന്നതിന്റെ തലേ ദിവസം सूर्य होने से एक दिन पहले അന്ത്യ അത്താഴം കഴിക്കണം.
कि आखिरी ये भोजन गाना है। സ്വന്തമായിട്ട് അവിടെ ഒരു സ്ഥലമില്ല, खुद का एक जगह नहीं था, യേശുവിന് ഒരു സ്ഥലമില്ല, അവിടെ ഒരു പ്രോപ്പർട്ടി ഇല്ല. यीशु कोई प्रॉपर्टी नहीं था, അപ്പൊ ആരുടെയോ ഒരു മാളിക മുറിക്കകത്ത്. तो किसी का तो एक घर। ഹല്ലേലൂയ. പിന്നെ ഇങ്ങനെയാ പറയുന്നത്, फिर इस प्रकार के ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ जो सूली पे चढ़ा തല दिया ചായ്ക്കാൻ ഒരു ഇടമില്ല. कि सिर रखने के लिए जगह नहीं है, സ്വന്തം തോളിൽ തല ചായ്ച്ചവൻ. उसने अपने खुद के कंधे पे सिर അത് रखा। കഴിഞ്ഞിട്ട് അടക്കാൻ ഒരു സ്ഥലമില്ല, उसके बाद गाड़ने के लिए जगह नहीं, അടക്കാൻ ഒരു സ്ഥലമില്ല. गाड़ने के लिए जगह नहीं। അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറ, വല്ലോരുടെ കല്ലറയില്ല യേശുവിനെ അടക്കി. यूसुफ जो है उसके कब्र में डाला। ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? मैं जो बोल रहा हूं सुना, ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നണം നമ്മൾ യേശുവിനെക്കാട്ടിൽ ധനികന്മാരായിരുന്നു കേട്ടോ. हमें इस प्रकार लगता है हम यीशु से भी धनी है। ശരിയാണോ ദൈവമക്കളെ? सही है कि नहीं? യേശുവിനെക്കാട്ടിലും നമുക്ക് സമ്പത്തുണ്ട്. यीशु से भी ज्यादा संपत्ति है हमें। യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ വളരെ വ്യത്യസ്തനായിരുന്നു. यीशु जब पृथ्वी में तो बहुत ही अलग था। അവൻ ഒരു സമയത്ത് പോലും പാലസ്തീന്റെ അതിര് വിട്ട് വെളിയിൽ പോയിട്ടില്ല. वो कभी भी पैलेस्तीन का शहर छोड़ के बाहर नहीं गया। യേശു ഒരു സമയത്ത് പോലും പാലസ്തീന്റെ ലൊക്കേഷൻ വിട്ട് വെളിയിൽ वो പോയിട്ടില്ല. कभी भी पैलेस्तीन का जो सीमा छोड़ के बाहर नहीं गया। വളരെ കുറച്ചേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. बहुत ही कम सफर किया। യേശുവിന്റെ ശുശ്രൂഷ എത്ര വർഷമാ? यीशु की सेवका कितने साल था? 3.5 വർഷം. 3.5 साल। ശരിയല്ലേ? सही है कि नहीं? ഒരിക്കലും പാലസ്തീൻ വിട്ട് വെളിയിൽ പോയിട്ടില്ല. कभी वो पैलेस्तीन छोड़ के बाहर नहीं गया। 3.5 വർഷമേ ശുശ്രൂഷിച്ചുള്ളൂ. 3.5 साल ही सेवकाई किया। യേശു സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ? यीशु ने खुद कुछ किताब लिखा ഉണ്ടോ? സാധാരണ ഏത് ഗുരുക്കന്മാർ വന്നാലും അവരൊരു പുസ്തകം എഴുതും, ഒരു വാട്ടയിലും എഴുതും. ഹല്ലേലൂയ. യേശു എഴുതിയില്ലെന്ന്. कोई भी गुरु आए तो या तो किताब लिखे, नहीं तो गीत तो लिखेगा। यीशु ने नहीं लिखा। സ്വന്തമായിട്ട് ഒരു പുസ്തകം യേശു എഴുതേണ്ടതല്ലേ? खुद का एक किताब यीशु लिखना है। എല്ലാ മതസ്ഥാപകരും അവരുടെ ഐഡിയോളജി എഴുതി വെക്കും അല്ലേ? हर एक धर्म गुरु अपने आइडियोलॉजी लिख के रखता है। അങ്ങനെയാണ് അടുത്ത ഹല്ലേലൂയ അവരുടെ ഫോളോവേഴ്സ് ബിൽഡ് ആകുന്നത്. वैसा उनका फॉलोवर्स बिल्ड होता है। ഗുരു എഴുതിയ പുസ്തകം വായിച്ചിട്ട്, गुरु ने लिखा हुआ किताब पढ़ के, ഗുരു എഴുതിയ പുസ്തകം വായിച്ചിട്ട്. गुरु ने लिखा हुआ किताब पढ़ के। പക്ഷെ യേശു ഈ പുസ്തകം എഴുതിയില്ല. लेकिन यीशु ने कोई किताब नहीं लिखा। പാലസ്തീൻ വിട്ട് വെളിയിലോട്ട് പോയില്ല. पैलेस्तीन छोड़ के बाहर नहीं गया। 3.5 വർഷമേ ശുശ്രൂഷിച്ചുള്ളൂ. 3.5 साल उसने നമ്മൾ सेवकाई किया। 3.5 അല്ല, നമ്മൾ 80 വർഷം ശുശ്രൂഷിച്ചാലും ഹല്ലേലൂയ അല്ലേ? 3.5 വർഷം ഹല്ലേലൂയ മാത്രമേ ശുശ്രൂഷിച്ചുള്ളൂ. केवल 3.5 साल। പക്ഷെ നിങ്ങൾക്കറിയാമോ, लेकिन आपको पता है 3.5 വർഷത്തെ ശുശ്രൂഷയാണ് Amen. ഇന്ന് നാം കാണുന്ന ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ये 3.5 साल का सेवकाई आज जो हम देखते हैं, मसीह जो इसका नीम। യേശു പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും, यीशु बोला मैं मेरी कलीसिया को പാതാള बनाएगा। ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. शैतान की शक्ति उसे जीत കഴിഞ്ഞ नहीं 2000 पाएगा। വർഷമായിട്ട് पिछले 2000 साल से ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കാൻ എത്ര ശക്തികൾ എഴുന്നേറ്റു? कि मसीह विश्वास को तोड़ने के लिए कितने सारे शक्तियां बाहर आया। ശരിയല്ലേ? सही है कि അയ്യോ, नहीं? ക്രിസ്ത്യാനിറ്റിയെ പോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു സഭ വേറെ ഇല്ല. क्रिश्चियनिटी के जैसा पीड़ित हुआ कोई और नहीं है। ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ पहला 3 शताब्दी എന്തൊരു പീഡനമായിരുന്നു റോമാ സർക്കാരിൽ നിന്ന്. बहुत पीड़न था रोमियो सरकार के द्वारा। ഭയങ്കര പീഡനം. बहुत पीड़ा। ഹല്ലേലൂയ. മെഴുക് ദേഹത്ത് ചുറ്റി നിർത്തി കത്തിച്ചിട്ടുണ്ടെന്ന്. कि मेम पूरा लगा के बदन में जिंदा जलाया है। അങ്ങനെ ഭക്തന്മാർ ലക്ഷക്കണക്കിന് ആളുകൾ രക്തസാക്ഷികളായി തീർന്നു. वैसे लाखों लोग शहीद हुआ। എന്നാൽ ക്രിസ്തീയ വിശ്വാസം നശിച്ചില്ല. लेकिन जो मसीह का जो विश्वास है वो कम കാരണം नहीं എന്താ? हुआ। ഇത് പണിതത് യേശുവാ. क्योंकि ये बनाया है यीशु ने। 3.5 വർഷമേ എടുത്തുള്ളൂ. सिर्फ 3.5 साल लगा। ഒരിക്കൽ പോലും പാലസ്തീൻ വിട്ട് വെളിയിൽ പോയില്ല. कभी भी पालेस्तीन छोड़ के बाहर नहीं गया। ഒരു പുസ്തകം പോലും എഴുതിയില്ല. ना कभी कोई किताब लिखा। പക്ഷേ लेकिन അവന്റെ ശിഷ്യന്മാർ उसके चेले അവർ ഭൂമിയുടെ അറ്റത്തോളം പോയി. उसके चेले पृथ्वी के अंत तक गए। അവൻ आमीन। ഒരു പുസ്തകം പോലും എഴുതിയില്ല. उसने कोई किताब नहीं लिखा। അവനെ കുറിച്ച് കോടിക്കണക്കിന് പുസ്തകങ്ങൾ എഴുതി. लेकिन उसके बारे में करोड़ों किताबें लिखा। സത്യമാണ്, എത്ര കോടി പുസ്തകങ്ങളാണ് യേശുവിനെ കുറിച്ച് ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്നത്. कितने करोड़ों किताब आज भी यीशु के बारे में लिख कर आए। താങ്ക് യു ജീസസ്. Hallelujah. ഹല്ലേലൂയ. നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. धन्यवाद के साथ स्तुति करें। ക്രിസ്തീയ വിശ്വാസത്തെ പോലെ പിശാച് തകർക്കാൻ ശ്രമിച്ച ഒരു ഫെയ്ത്ത്, ഒരു വിചാരധാരയില്ല. कि क्रिश्चियन फेथ की नाश करने के लिए शैतान ने जितना कोशिश की उससे ज्यादा किधर भी कोशिश नहीं किया। 3-ാം നൂറ്റാണ്ടിന് ശേഷം 3री शताब्दी के बाद പിശാച് പിന്നെ ഇത് പ്ലേറ്റ് ഒന്ന് മാറ്റി വെച്ചു. शैतान ने अपना चाल बदला। ആദ്യത്തെ 3 നൂറ്റാണ്ട് ഭയങ്കര പീഡനമാണ്. उसके बाद बहुत पीड़ा किया। പീഡിപ്പിച്ച്
പീഡിപ്പിച്ച് ഇവരെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. बोले पीड़ा दे के इनको नाश करे. ഈ 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ പിശാചിന് മനസ്സിലായി ഇതുകൊണ്ട് പറ്റത്തില്ല, ഇവന്മാരെ പീഡിപ്പിക്കുന്നതോടെ ഇവർ വളരത്തേ ഉള്ളൂ. शैतान को पता चला कि इनको जितना भी पीड़ा देगा इतना वो बढ़ते जाएंगे. പോളികാർപ്പ് എന്ന് പറയുന്ന ഭക്തൻ, പോളികാർപ്പ് पॉलीकार्प बोल के एक भक्त യോഹന്നാൻ അപ്പോസ്തലന്റെ ശിഷ്യനായിരുന്നു കേട്ടോ. യോഹന്നാൻ അപ്പോസ്തല का चेला था. ഒരു ചർച്ച് ഫാദർ ആയിരുന്നു, അപ്പോസ്തലിക് ഫാദർ ആയിരുന്നു वो अपोस्तलिक पिता था. പോളികാർപ്പ്. पॉलीकार्प പണ്ട് എഴുതി വെച്ചതാണ്. उसने पहले लिख के रखा. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. बोले कि शहीदों का जो लहू है कलीसिया का बीज है. എവിടെയൊക്കെ രക്തസാക്ഷികളുടെ രക്തം വീണിട്ടുണ്ടോ അവിടെ സഭ വളർന്നിട്ടുണ്ട്. जहाँ जहाँ शहीदों का लहू गिरा है वहाँ वहाँ कलीसिया उठा അതാ है. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രത്യേകത. वो है मसीह विश्वास का खासियत. 3 നൂറ്റാണ്ട് പീഡിപ്പിക്കുന്നതോടും സഭ വളരാൻ തുടങ്ങി. 3 पीढ़ी जब सताया तो कलीसिया बढ़ने लगा. അപ്പം റോമിലെ സർക്കാരിനെ സാത്താൻ കയ്യിലെടുത്തു. तो रोम का जो सरकार को सातान ने हाथ में लिया. ആ കാലഘട്ടത്തിൽ ഒരു രാജാവ് കോൺസ്റ്റന്റൈൻ, കുസ്തന്തിനോസ് എന്ന് പറയുന്ന രാജാവ് क्रिस्तोनस बोल के एक राजा उस जमाने में ഒരു സുപ്രഭാതത്തിൽ ക്രിസ്ത്യാനിയായി മാറി. एक झटके में वो मसीह बन गया. മനപരിവർത്തനമില്ല, മതപരിവർത്തനം. कि मन से नहीं बदला वो धर्म परिवर्तन हुआ. മതപരിവർത്തനം അല്ല വേണ്ടത്, മനപരിവർത്തനമാ വേണ്ടത്. धर्म परिवर्तन नहीं, मन का परिवर्तन होना है. മനസ്സു മാറാതെ ഹല്ലേലൂയ നമ്മൾ മതം മാറിയിട്ട് എന്താ കാര്യം? कि बिना मन बदले धर्म बदल के क्या फायदा. കോൺസ്റ്റന്റൈൻ മതം മാറി, कॉन्स्टेंट ने अपना धर्म बदला, മനം മാറിയില്ല. मन को नहीं അതിന്റെ बदला. അർത്ഥം എന്താണെന്നറിയാമോ? उसका अर्थ क्या है? കോൺസ്റ്റന്റൈൻ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, ചരിത്രത്തിൽ പല കാരണമാണ് പറയുന്നത്, कॉन्स्टेंटाइन ने कुछ तो बहुत सारे कारण बता, उस कारण की वजह से ക്രിസ്തീയ മതം സ്വീകരിച്ചു. कि मसीह धर्म को अपनाया. രാജാവിന്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തീയ മതത്തെ പ്രഖ്യാപിച്ചു. बोला कि राजा का जो धर्म है वो हिसाब से उसने प्रकार किया. മനസ്സിന് മാറ്റമില്ല. मन को कोई बदला नहीं. എന്താ സംഭവിച്ചെന്നറിയാമോ? क्या हुआ? രാജകീയ മതമായി ക്രിസ്തീയ മതം മാറിക്കഴിഞ്ഞപ്പോൾ, जब राजकीय धर्म बन गया मसीह धर्म, റോമിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്തീയ മതം മാറിക്കഴിഞ്ഞപ്പോൾ, जब रोम का जब धर्म बन गया, ആ റോമാ മതത്തിൽ പണ്ടുണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പടിപടിയായിട്ട് ക്രിസ്തീയ മതത്തിനകത്ത് വന്നു. तो रोम के में जो भी धर्म का पूजा पाठ था वो सब क्या है कि एक एक करके मसीह धर्म में आया. രാജാവ് മതം മാറിയപ്പോൾ, जब राजा ने धर्म बदला, രാജാവിന്റെ പഴയ മതത്തിലെ പുരോഹിതന്മാരെല്ലാം മനസ്സു മാറാതെ മതം മാറി ക്രിസ്ത്യാനികളായി. तो राजा का जो पहले का धर्म का जितने भी पुजारी लोग थे वो सब मन को ना बदलते हुए धर्म बदल के क्रिश्चियन में बन गए. അതിലൊരു അർത്ഥമില്ല, उसमें कोई अर्थ नहीं है. ആളിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. इंसान में कोई परिवर्तन नहीं हो रहा है. എന്താ ചെയ്തത്? फिर क्या हुआ? മതം മാറി. धर्म बदला. മതം മാറിയവർ എന്ത് ചെയ്തു? जो धर्म परिवर्तन किया उसने क्या किया? പഴയ മതത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ മുഴുവൻ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നു. उनका जो भी पहले के धर्म का जो भी रीति रिवाज थे वो सारे क्रिश्चियनिटी में ഓരോ लाया. ആചാരങ്ങൾക്കും പുതിയ പേരുകൾ കൊടുത്തു, ക്രിസ്തീയമാകുന്ന പേരുകൾ കൊടുത്തു, അർത്ഥങ്ങൾ കൊടുത്തു. हर एक रीति रिवाज को नया नया नाम दिया जो क्रिश्चियनिटी के हिसाब से और उसके हिसाब से नाम दिया. സഭ മലിനമാകപ്പെട്ടു. और कलीसिया में क्या हुआ? मालिन हुआ. ക്രിസ്തീയ സഭയ്ക്കകത്ത് ദുരുപദേശങ്ങൾ വന്നു. कि क्रिश्चियन सभाओं में क्या हुआ कि गलत सिखाना शुरू हुआ. യേശുവിനോടുള്ള ആരാധന കുറഞ്ഞു. यीशु के साथ जो आराधना कम മറ്റു हुआ പലതിനെയും ആരാധിക്കാൻ തുടങ്ങി. और बहुत सारे अलग अलग चीजों को आराधना शुरू कर അനുഷ്ഠാനങ്ങൾ വന്നു. और नए नए रीति रिवाज आए. പൗരോഹിത്യം ഉടലെടുത്തു. പൗരോഹിത്യം, പ്രീസ്റ്റ്ലിഹുഡ്. प्रीस्टलीहुड वहां काम आया. ചുരുക്കി പറഞ്ഞാൽ അടുത്ത ചില നൂറ്റാണ്ടുകൾ കൊണ്ട് ക്രിസ്തീയ സഭ ഹല്ലേലൂയ വേദപുസ്തകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സഭയായി മാറി. अगर कम शब्दों में बोलते हो कुछ शताब्दी में क्या हुआ कि जो क्रिश्चियन कलीसिया है वो वचन के साथ बिना कोई संबंध में आया. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് പിശാചിന്റെ തന്ത്രം നമ്മൾ തിരിച്ചറിയണം. इसके लिए वचन कहते हैं शैतान के जो युक्तियों को हमें समझना है. സത്യവിശ്വാസത്തിൽ നമ്മളെ വീഴ്ത്താൻ പീഡ മാത്രമല്ല പിശാച് അയക്കുന്നത്, മറ്റു പല തന്ത്രവും ഉപയോഗിക്കും. कि सच्चाई से हमें गिराने के लिए सिर्फ पीड़ा ही नहीं और भी बहुत सारी योजना लगाएंगे. പക്ഷേ लेकिन അതുകൊണ്ടും ദൈവസഭ ഇല്ലാതായില്ല. उससे भी परमेश्वर कलीसिया समाप्त नहीं എല്ലാ हुआ. കാലഘട്ടത്തിലും हर शताब्दी में ദൈവം ആരെയെങ്കിലും ഒക്കെ എഴുന്നേൽപ്പിച്ചു. परमेश्वर किसी न किसी को उठाता है സത്യവിശ്വാസത്തെ കാത്തു कि സൂക്ഷിക്കുക. सच्चा विश्वास को रखने के പിന്നെ लिए. ചരിത്രം പറഞ്ഞ ലോകത്തിലെ ഒത്തിരി ശക്തികൾ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ നിന്നിട്ടുണ്ട്. तो इतिहास कहते हैं कि बहुत सारे शक्तियां जो है क्रिश्चियनिटी के विरुद्ध में था. അതിലൊരു പ്രധാനപ്പെട്ട ശക്തിയായിരുന്നു കമ്മ്യൂണിസം. उसमें से एक खास शक्ति था कम्युनिज्म. ഏറ്റവും അധികം ക്രിസ്ത്യാനിറ്റിയെ ഇല്ലായ്മ ചെയ്യുവാൻ മത്സരിച്ച ഒരു വിഭാഗമായിരുന്നു കമ്മ്യൂണിസം. कि सबसे ज्यादा क्रिश्चियनिटी को नाश करने के लिए जो कोशिश किया हुआ था कम्युनिज्म. ക്രിസ്ത്യാനിറ്റിയെ തുടച്ചു മാറ്റുമെന്നൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. कि ऐसे भी एक समय था जहां कहता था क्रिश्चियनिटी को साफ कर देंगे. നിരീശ്വരവാദത്തിന്റെ വിത്തുകൾ
ലോകത്തെ രാജ്യങ്ങളിൽ വിതച്ചുകൊണ്ട് നിരീശ്വരവാദം, निरीश्वर का जो बीज है पूरा दुनिया में फैलाते हुए, പക്ഷെ സഭയില്ലാതായി മാറിയോ? लेकिन क्या कलीसिया समाप्त हुआ? കമ്മ്യൂണിസം പടിപടിയായിട്ട് ഇല്ലാതായി മാറി. कम्युनिज्म जो है वो पीढ़ी पर पीढ़ी ഇന്ന് कम होने പേരിന് लगा. വേണ്ടി അവിടെ ഇവിടെ ഉണ്ട്. आज नाम के लिए इधर उधर है, പക്ഷേ ക്രിസ്തീയ വിശ്വാസം ഇന്നും ശക്തിയോടുകൂടി നിൽക്കുന്നു. लेकिन आज भी क्रिश्चियनिटी सामर्थ के साथ കാരണം रहता ഇത് है, യേശു പണിത സഭയാണ്. क्योंकि यीशु ने बनाया हुआ कलीसिया പാതാള है. ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ പറ്റുകയില്ല. शैतान के सामर्थ उसे जीत नहीं सकता. താങ്ക് യു ജീസസ്. धन्यवाद ഞാൻ यीशु. മടങ്ങി വരട്ടെ പ്രിയമുള്ളവരെ. मैं लौट के आता हूँ. ഈ വിദ്വാൻമാർ ബുദ്ധി ഉപയോഗിച്ച് കൊട്ടാരത്തിൽ കയറി ചെന്നു. ये जो बुद्धि इन्होंने बुद्धि के साथ क्या किया, महल में गया. അല്പസമയത്തേക്ക് നക്ഷത്രത്തിൽ നിന്നുള്ള നോട്ടം ഒന്ന് മാറ്റി कुछ समय के लिए तारों को देखना छोड़ दिया, ബുദ്ധി ഉപയോഗിച്ചു. अपना बुद्धि उपयोग किया. രാജാവല്ലേ, കൊട്ടാരത്തിലല്ലേ ജനിക്കേണ്ടത്. राजा है वो महल में जन्म होगा. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? इसके लिए क्या हुआ? അതുകൊണ്ട് സംഭവിച്ച നിരപരാധികളായ ഒത്തിരി കുഞ്ഞുങ്ങളുടെ പ്രാണൻ നഷ്ടപ്പെട്ടു. उसकी वजह से क्या हुआ, बहुत सारे बच्चों का जान गया. എല്ലാരും പറയാറുണ്ട് യേശുവിന്റെ ജനന സമയത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ മരിക്കേണ്ടി വന്നു. कि बहुत सारे लोग बोलते हैं कि यीशु का जन्म के समय बहुत सारे बच्चे का യേശുവിന്റെ जन्म गया. കുറ്റമാണെന്ന് പലരും പറയാറുണ്ട്. बहुत सारे लोग बोलते हैं यीशु की गलती അത് है. യേശുവിന്റെ കുറ്റമല്ല. वो यीशु की गलती नहीं था, ഹല്ലേലൂയ. മനുഷ്യന്റെ ദുഷ്ടതയാണ്. वो इंसान का दुष्टता ഏത് था. മനുഷ്യന്റെ ദുഷ്ടത? कौन सा इंसान का दुष्टता? ഹേരോദാവിന്റെ ദുഷ്ടത. हेरोदाव का जो दुष्टता, അവന് മനസ്സിലായി ഒരു രാജാവ് ജനിച്ചിട്ടുണ്ട്. उसे पता चले कि राजा जन्म അത് हुआ. ദൈവപുത്രനാണെന്ന് അറിയാം. उसे पता है वो പക്ഷെ परमेश्वर അവന്റെ पुत्र है. സിംഹാസനം രക്ഷിക്കാൻ വേണ്ടി അവൻ ദൈവപുത്രനെ പോലും കൊല്ലാൻ ശ്രമിച്ചു. अपना कुर्सी बचाने के लिए उसने परमेश्वर के बच्चे को भी मारने की വാഗ്ദത്ത कोशिश किया. മശിയെ പോലും കൊല്ലാൻ ശ്രമിച്ചു. वादा का मसीह को मारने को कोशिश किया. മനുഷ്യൻ സിംഹാസനത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി എന്ത് ദുഷ്ടത്തരവും കാണിക്കും. इंसान सिंहासन के लिए अधिकार के लिए कुछ भी दुष्टता करेगा. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? सही है कि नहीं? ആധുനിക യുഗത്തിലെ ഹേരോദാക്കന്മാരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. और आजकल की दुनिया के हेरोद भी यही करता है. എന്ത് ദുഷ്ടത്തരവും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യും. अपना स्थान मान कुर्सी बचाने के लिए कुछ भी അതുകൊണ്ട് दुष्टता എന്താ करेगा. സംഭവിച്ചത്? इसलिए क्या होगा? നിരപരാധികളാകുന്ന ഒത്തിരി കുഞ്ഞുങ്ങളെ ഹേരോദാവ് കൊന്നു. इसके लिए बहुत सारे बच्चे लोग का मृत्यु हुआ. അവർക്ക് അവന് മനസ്സിലായില്ല യേശു കുഞ്ഞ് ഏതാന്നുള്ളത്. उसे पता नहीं चला कि यीशु बच्चा कौन കാരണം है. അവൻ ആരവാരങ്ങൾ ഇല്ലാതാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. कि वो बिना कोई शोर के वो पृथ्वी पे പിന്നെ आया. വചനം എന്താ പറയുന്നതെന്ന് അറിയാമോ? फिर वचन क्या कहता है? 30 വയസ്സ് വരെ അവൻ അവന്റെ അമ്മയപ്പന്മാർക്ക് അടങ്ങി പാർത്തു. 30 साल की उम्र तक अपने माता पिता के हिन में रहा, വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ. बिना कोई जोश में. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും യേശു കാണിച്ചില്ല കേട്ടോ. यीशु ने कोई चिन्ह चमत्कार नहीं അങ്ങനെ किया. വേദോസം പറയുന്നത്. ऐसा वचन कहता है. പിന്നെ ചിലര് കുറെ കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. फिर कुछ लोगों ने कुछ झूठी कहानी നിങ്ങൾ बनाया. കേട്ടിട്ടുണ്ടോ കള്ളക്കഥകള്? क्या आपने सुना है? ക്രിസ്ത്യ വിശ്വാസം അല്ല കേട്ടോ. वो मसीह विश्वास नहीं है. ഇതിന് പാരലായിട്ടുള്ള ചില വിശ്വാസങ്ങളുണ്ട്. इसका पैरेलल कुछ विश्वास है. അവരുണ്ടാക്കിയ കള്ളക്കഥകൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളൊരു പക്ഷേ. आप शायद वो सुना होगा. യേശു കളിമണ്ണ് കൊണ്ട് ചെറിയ പാവയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഊതി കഴിയുമ്പോൾ അതിന് ജീവൻ ഉണ്ടാകുമായിരുന്നു. യേശു എന്താ മജീഷ്യനായിരുന്നു? ഹല്ലേലൂയ. ऐसे कहते थे कि यीशु क्या करता था, मिट्टी से गुड़िया बनाता था, उसके बाद फूंकता था, उसमें जीवन आता था. ആരെങ്കിലും അങ്ങനെയുള്ള കഥകൾ കേട്ടിട്ടുണ്ടായിരിക്കാം. आप में से किसी ने ऐसा कहानी सुना ഇതൊന്നും होगा. വേദോസത്തിലുള്ള കഥയല്ല. ये कुछ वचन में नहीं है. വേദപുസ്തകം പറയുന്നത് वचन कहता है 12 വയസ്സിൽ ആലയത്തിൽ പോയി कि 12वां साल में मंदिर में गया. അതിനുശേഷം അവൻ അമ്മയപ്പന്മാർക്ക് അടങ്ങി പാർത്തെന്ന. उसके बाद माता पिता का अधीन में रहा. പിന്നെ 30ാമത്തെ വയസ്സിൽ जब वो 30 साल का അവന് हुआ, വെളിപ്പെടാനുള്ള സമയമായപ്പോൾ उसको प्रकट होने का समय हुआ, അവൻ പുറത്തേക്ക് വന്നു. वो बाहर आया. അവൻ പുറത്തേക്ക് വന്നു. वो बाहर आया. അവനെ പരിചയപ്പെടുത്താൻ ഹല്ലേലൂയ 6 മാസം മുമ്പ് ഒരാൾ ശുശ്രൂഷ ആരംഭിച്ചിരുന്നു. उसको इंट्रोड्यूस करने के लिए 6 महीना पहले एक व्यक्ति का जन्म അവന്റെ हुआ है. പേരാണ് യോഹന്നാൻ. उसका नाम था यूहन्नान. യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ ബപ്തിസ്മ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ സാന്റി ഇങ്ങനെ എന്നോട് പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു. ये पिछले दिनों से जब सैंडी सिस्टर बात की इस प्रकार का, ഈ എലിസബത്ത് എത്ര വൃദ്ധയായാലും एलिजाबेथ कितना भी बूढ़ी हो जाए, യോഹന്നാൻ ജനിക്കാൻ വേണ്ടി ഒരു തീയതി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ का जन्म का एक दिन रखा है. आमेन. ഹല്ലേലൂയ. അല്ലേ? അതേതാ തീയതി? वो कौन सा है दिन? आमेन. യേശു ജനിക്കുന്നതിന് 6 മാസം മുമ്പ്. यीशु जन्म होने से 6 महीना पहले. ചുരുക്കി പറഞ്ഞാൽ യോഹന്നാന്റെ ജനനവും മശിക ഭൂമിയിൽ വെളിപ്പെടുന്നതുമായിട്ട് ഭയങ്കര കണക്ഷനാ. अगर देखा जाए तो യോഹന്നാൻ का जन्म और मसीह का पृथ्वी में जन्म होने में बहुत യോഹന്നാൻ कनेक्शन 6 है. വർഷം മുമ്പ് ജനിക്കത്തില്ല. ये യോഹന്നാൻ 6 साल पहले जन्म नहीं होगा. ഇല്ല. കാരണം कारण യോഹന്നാൻ ഒരു അടയാളമാ. യോഹന്നാൻ एक चिन्ह है. കഴിഞ്ഞ ദിവസം എവിടെ ഇത് പറഞ്ഞെന്ന് എനിക്കൊന്നല്ലേ पिछले दिनों किधर तो कहा मुझे लगता है. യോഹന്നാൻ ആരാണ്? യോഹന്നാൻ कौन है? ഒരു അടയാളമാ. एक चिन्ह है. എന്തിന്റെ അടയാളം? किस चीज का चिन्ह?
യേശുവിന്റെ അമ്മ മറിയത്തോട് സ്വർഗ്ഗദൂതൻ ചെന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയാമോ? यीशु का माँ मरियम से स्वर्गदूत क्या कहता നീ है? ഗർഭവതിയായിട്ട് ഒരു മകനെ പ്രസവിക്കാൻ പോവുകയാണ്. तू गर्भवती होकर एक बेटे को जन्म देगा, അവന് യേശു എന്ന് പേരിടണം. उसका नाम यीशु रखना। ഈ വാക്കുകൾ കേട്ട് ശരിക്കും മറിയം ഞെട്ടിപ്പോയി. ये सुन के मरियम हिल गया। നീ എന്തോ എന്നോട് പറയുന്നത്? तू क्या मुझसे कहता है? ഹല്ലേലൂയ. हालेलुया। ഒരു അടയാളം കൊടുത്തു. एक चिन्ह दिया, ഇത് സംഭവിക്കുമെന്നുള്ളതിന് ഒരു അടയാളം കൊടുത്തു. ये होगा करके एक चिन्ह दिया। എന്താ അടയാളം? क्या था चिन्ह? നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇപ്പോൾ 6 മാസമാ. ഹല്ലേലൂയ. कि जो तेरे जो बहन है जो एलिजाबेथ है, जो उसको अभी 6 महीने का बच्चा है। കഴിഞ്ഞ ദിവസം ഏതൊരു മീറ്റിംഗിൽ ഞാൻ പറഞ്ഞത്, पिछले दिनों कोई तो एक मीटिंग में कहा, എലിസബത്ത് നിന്റെ ഉദരത്തിൽ കിടക്കുന്ന യോഹന്നാൻ ഒരു അടയാളമാ. एलिजाबेथ जो तेरे कोख में जो यूहन्ना है वो एक निशानी है। ഈ ദൂത് കേട്ട് കഴിഞ്ഞ ഉടനെ, ये दूध सुनने के बाद, ഈ ദൂത് കേട്ട് കഴിഞ്ഞ ഉടനെ ये वाणी सुनने के മറിയം बाद പറയുക, मरियम कहता है, ഞാൻ എഫ്രീം മലനാട്ടിലേക്ക് ഒന്ന് പോകുക കേട്ടോ. मैं एफ्रीम के ये जगह पे जा रहा എനിക്ക് हूँ, ദൈവം ഒരു അടയാളം അവിടെ വെച്ചിട്ടുണ്ട്. मेरे लिए एक चिन्ह परमेश्वर ने रखा എന്നോട് ഈ है। പറഞ്ഞ ദൂത് കറക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ मेरे से जो बोला वादा सही है ഈ जानना है तो, എലിസബത്തിനെ കുറിച്ച് പറഞ്ഞത് ശരിയാണെന്ന് അറിയണം. कि एलिजाबेथ के बारे में जो कहा बोला सही है कि जानना है, പ്രിയമുള്ളവരെ, सही है कि नहीं? മറിയം ഓടിപ്പിടിച്ചു പോയി എഫ്രീമിലേക്ക് പോകുക, എഫ്രീം മലനാട്ടിലേക്ക് പോകുക. मरियम भाग के एफ्रीम के शहर में गया। ഇത് കാണാൻ വേണ്ടിയാ क्या പോകുന്നത്? देखने के ഒരു लिए? അടയാളം ദൈവം തന്നിട്ടുണ്ട്. एक चिन्ह दिया है। നമ്മുടെ ദൈവം അടയാളം തരുന്ന ദൈവം. हमारा परमेश्वर चिन्ह देने वाला है। യോഹന്നാനെ നീ ഒരു അടയാളമാ. യോഹന്നാन तू एक चिन्ह है। 6 വർഷം മുമ്പ് നീ ജനിച്ച നീ ഒരു അടയാളമാകത്തില്ല. अगर 6 साल पहले अगर तू जन्म होगा तो एक चिन्ह नहीं बनेगा। ആകുമോ? ഈ ദൂതന് ഈ മറിയത്തോട് പറയാ, നിനക്കറിയാമോ 6 വർഷം മുമ്പ് എലിസബത്തിന് ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അടയാളമാകുമോ? अगर स्वर्गदूत कहेगा 6 साल पहले एक बच्चा हुआ, ഇതൊരു അടയാളമാകണമെങ്കിൽ अगर चिन्ह बनना അത് है तो വെളിപ്പെടാൻ ഒരു സമയമുണ്ട്. उसको प्रकट होने का एक समय है। കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ उठाकर परमेश्वर धन्यवाद दे। എല്ലാ അനുഗ്രഹവും വെളിപ്പെടാൻ ഒരു സമയമുണ്ട്. हर एक आशीष प्रकट होने का समय है। നമ്മൾ പറയും കർത്താവ് ഞാൻ വളരെ കഷ്ടത്തിലാണ്. हम बोलेंगे परमेश्वर बहुत ही कष्ट में കർത്താവ് हो। മോനെ ഇന്ന് ഞാൻ ഇത് തന്നു കഴിഞ്ഞാൽ परमेश्वर आज मैं ये देगा तो നിനക്കതൊരു അടയാളമാകത്തില്ല. तुझे वो चिन्ह नहीं होगा। നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി അതല്ല. तेरे बारे में मेरा योजना वो नहीं है। ക്ലിയർ ആയിട്ട് നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമാ. मैं साफ साफ तेरे सवालों को നീ उत्तर देने ചോദിക്കുന്നു वाला है। എങ്ങനെ സംഭവിക്കുമെന്ന്. तू ये पूछते कैसा होगा? നീ ചോദിക്കുന്നു അയ്യോ പരിഭ്രമത്തോട് കൂടി ചോദിക്കുന്നു how that will happen. तू बहुत बेचैनी से पूछते कैसे होने वाला है। സ്വർഗ്ഗം പറയുന്നു നിനക്കൊരു അടയാളമുണ്ടെന്ന്. स्वर्ग कहते तुझे एक चिन्ह है। आमीन। യേശു തന്നെ ഒരു അടയാളമാണ്. यीशु स्वयं एक चिन्ह है। യേശുവിന്റെ ജനനത്തിന് വേണ്ടി യോഹന്നാൻ ഒരു അടയാളം. यीशु के जन्म के लिए यूहन्ना ने एक चिन्ह। വേദപുസ്തകം മുഴുവൻ അടയാളങ്ങളാ കേട്ടോ. ये वचन पूरा चिन्ह है। വെറുതെ പ്രവർത്തിക്കുന്ന ദൈവമല്ല. वो ऐसे कार्य करने वाला परमेश्वर തെളിവ് नहीं है। തന്ന് പ്രവർത്തിക്കുന്ന वो ദൈവമാണ്. सबूत दे के कार्य करता അടുത്തിരിക്കുന്ന है। ആൾക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, बाजू जो बेटा हाथ दे के कहो, ബ്രദറെ സിസ്റ്ററെ, ദൈവം തെളിവോടുകൂടെ നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. भाई बहन परमेश्वर सबूत के साथ तेरे जीवन में कार्य നാളെ ദൈവം करेगा। അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ कल जब चमत्कार होगा, ഇത് ആരാ ചെയ്തത് എങ്ങനാ ചെയ്തത് നിനക്ക് ഡൗട്ട് വരത്തില്ല. ये कौन किया कैसे किया तुझे कोई शंका नहीं होगा। ദൈവം തന്നെയാ ചെയ്തത്. ये मेरा परमेश्वर स्वयं किया है। 64 അധ്യായം യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു, कि 64 में ऐसे इस प्रकार कहता ഓ है തീ കൊണ്ട് ചുള്ളി കത്തുന്നത് പോലെ വെള്ളം തിളയ്ക്കുന്നത് പോലെ അവനൊന്ന് ഇറങ്ങി വരട്ടെ. कि आग के समान उबलता हुआ पानी के समान हो जरा അടുത്ത उतर आने दे। വാക്യങ്ങളിൽ പറയുന്നത് उसके अगले आयत തന്നെ में दे, വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിന്നെ പോലെ വേറൊരു ദൈവം ഇല്ല. उसके अगले आयत में कहते हैं उसको पुकारने वाले के लिए जो कार्य करते तेरे समान दूसरा कोई परमेश्वर नहीं है। അവനല്ലാതെ വേറെ ഒരു ദൈവം ഇല്ല എന്ന് നീ അറിയണമെങ്കിൽ, अगर वो छोड़ के दूसरा कोई परमेश्वर नहीं है करके तुझे जानना है तो എപ്പോഴെങ്കിലും നിന്റെ വിടുതൽ വെളിപ്പെട്ടാ പോരാ. कभी भी तेरा छुटकारा प्रकट नहीं होना है। നിന്റെ വിടുതൽ കറക്റ്റ് സമയത്ത് വെളിപ്പെടുമെന്ന്, तेरा जो छुटकारा है सही समय पे प्रकट होगा। അടയാളം തന്ന് വെളിപ്പെടുമെന്ന്. ये चिन्ह देख के प्रकट करेगा। യേശു തന്നെ ഒരു അടയാളമാ കേട്ടോ. यीशु स्वयं एक चिन्ह है। യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നത്, ऐशा का किताब 7वां आयत में कहता है, ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നത് वहां हम पढ़ते हैं യഹൂദ്യ രാജ്യത്തിനെതിരെ यहूदी राज के विरुद्ध में പിന്നെ ഇസ്രായേൽ അല്ലെങ്കിൽ എഫ്രീം ദേശവും അരാമും എല്ലാം കൂടി ഒരു കൂട്ടുകെട്ടുണ്ടാക്കി. एफ्रीम और आराम सारे लोग एक साथ मिलकर एक योजना बनाया യഹൂദ്യ രാജ്യത്തിനെതിരെ. यहूदी राज के विरुद्ध में। നിങ്ങൾ ശ്രദ്ധിച്ചോണേ, अब ध्यान देना, ദൈവം പ്രവാചകനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. परमेश्वर ने भविष्यद्वक्ता को वहां എനിക്ക് भेजा। രസകരമായ ഒരു കാര്യം തോന്നി. एक अच्छी बात सुन പ്രവാചകൻ ഈ ദൂത് പറയാൻ വേണ്ടി പോയപ്പോൾ याजक जब ये वाणी देने गया, ആ ഭാഗത്ത് അത്ര നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഓടിച്ചങ്ങ് പറയുക. वहां मैं रुकता नहीं, जल्दी से कहता हूं। പ്രവാചകൻ ഈ ദൂത് പറയാൻ വേണ്ടി അങ്ങോട്ട് जब പോയപ്പോൾ भविष्यद्वक्ता ये वाणी कहने गया, ഹല്ലേലൂയ, കൂടെ മോനെ കൂടെ കൊണ്ടുപോയത്. साथ में बेटे को ले गया। ആണോ? അങ്ങനെ
വചനത്തിലുണ്ടോ? യെശയ്യാവ് 7-ാം അധ്യായത്തിന്റെ പ്രവാചകൻ ഒറ്റയ്ക്കാണ് പോയത്. പ്രവാചകൻ പറഞ്ഞു, മോനെ നീ കൂടെ എന്റെ കൂടെ വാടാ. बेटे को बोला तू भी मेरे साथ आ। എന്താ ഇതിന്റെ രഹസ്യം നിങ്ങൾക്ക് അറിയാം? उसका रहस्य आपको पता है? പ്രവാചകൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്, उसके बाद में उसने कहा, ഞാനും എന്റെ മക്കളും मैं और मेरे बच्चे ഒരു അടയാളമാണ്. हम एक चिन्ह है। അവ ഈ പറയാൻ പോകുന്ന അടയാളത്തിന് എന്റെ മോനും ഒരു അടയാളമാണ്. जो बोलने वाले भविष्यवाणी का मेरा बेटा भी एक चिन्ह है। പുസ്തകം എത്ര അത്ഭുതകരമല്ലേ? कि वचन में कितना चमत्कार है। ഒരു അടയാളത്തിന് അതിന് പുറകിൽ ഒരു അടയാളം, एक चिन्ह के पीछे एक चिन्ह, അതിന്റെ പുറകിൽ പിന്നെ ഒരു അടയാളം. उसके पीछे और एक चिन्ह। പ്രവാചകൻ മോനെ പിടിച്ചോണ്ട് പോവാ. भविष्य बेटे को लेके जा रहे हैं। രാജാവ് ചോദിക്കുന്നത് എങ്ങനെ സംഭവിക്കും? कि बीच में राजा पूछे അപ്പൊ कैसे होगा? പറയാൻ എന്റെ കൂടെ എന്റെ മക്കൾ അടയാളമായിട്ടുണ്ട്. तो बोलने के लिए मेरे साथ मेरे बच्चे നീ चिन्ह है। വിളിച്ചു പറഞ്ഞാട്ടെ, ലോകം ചോദിക്കുന്ന ചോദ്യത്തിന് എന്റെ തലമുറ ഒരു അടയാളമാകാൻ പോകുക. ആമീൻ പറഞ്ഞു സ്വീകരിച്ചാട്ടെ. आमीन। तू पुकार के बोल, जो दुनिया पूछने वाला सवालों को मेरा बच्चा एक चिन्ह बनने वाला है। മക്കളെ കുറിച്ച് വിഷമിക്കുന്നുണ്ടോ? अगर बच्चों के ऊपर बोझ है, നിന്റെ മക്കളെ കുറിച്ച് നീ പേടിക്കണ്ടെന്ന്. तेरे बच्चों के बारे में तू डर मत। ഹല്ലേലൂയ. സിസ്റ്റർ, നിന്റെ മകനെ കുറിച്ച് നീ പേടിക്കണ്ട. बहन तेरे बेटे के ऊपर तू डर मत। ലൈവ് ഓടുന്ന സിസ്റ്റർ ഞാൻ പേര് വിളിക്കുന്നില്ല. कि लाइव में जा रही इसलिए बहन तेरा नाम नहीं बुला रहे। സിസ്റ്റർ, നിന്റെ മകന്റെ ഭാവിയെ കുറിച്ച് നീ പേടിക്കണ്ട. तेरे बेटे के भविष्य में तू डर मत। ദൈവം അവന് വേണ്ടി കരുതുമെന്ന്. परमेश्वर उसके लिए ലോകം संभालेगा। നിനക്കുള്ളതെല്ലാം കൊണ്ടുപോയിക്കോട്ടെ, कि दुनिया तेरे में जो भी सब कुछ ले जाने പക്ഷേ दे, ദൈവം നിനക്ക് വേണ്ടി കരുതുമെന്ന്. लेकिन परमेश्वर तेरे लिए ചില संभालेगा। ദൂതുകൾ ഈ പകൽക്കാലം പറയാൻ പോകുക. ये वाणी आज कहता है വേദപുസ്തകത്തിൽ ഹാഗാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. कि वचन में आघार बोल के एक स्त्री थी। അവളുടെ വീട്ടിൽ നിന്ന് ഭർത്താവ് അവളുടെ കുഞ്ഞുമായിട്ട് വെളിയിൽ പറഞ്ഞു വിട്ടു. കേട്ടോ, നിന്നോട് പറയുന്ന ദൂതാ ദൈവാത്മാവ്. कि हजीरा बोल के जो स्त्री थी उसको उसके पति ने उसको घर से बाहर निकाला। അവൾ കാര്യമില്ലായിരുന്നു. उसको कोई नहीं था। അവൾ മരുഭൂമിയിൽ വന്നിട്ട് എന്റെ മകൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവൾ നിലവിളിച്ചു. और रेगिस्तान में आके उस प्रकार पुकारा कि मेरा बेटा गुजर जाएगा। ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്നെന്ന്. लेकिन परमेश्वर का दूध उधर उतर आया। അപ്പൻ കൊടുത്ത വെള്ളം തീർന്നു പോയാലും पिता ने दिया पानी समाप्त हो जाए, തീരാത്ത ഒരു ഉറവ ദൈവം തുറന്നു. कि बिना समाप्त होने वाले की सोरता परमेश्वर को लेगा। മാതാപിതാക്കൾ തരുന്നത് നഷ്ടപ്പെടും. माता पिता जो देगा वो नष्ट हो जाएगा। മാതാപിതാക്കൾ എത്ര നിനക്ക് തന്നാലും माता पिता कितना भी तुझे दे അത് ചോർന്നു പോകും. वो पूरा निकल जाएगा। ബന്ധുക്കൾ തരുന്നത് നഷ്ടപ്പെടും. कि रिश्तेदार जो देगा वो निकल जाएगा। പക്ഷെ ദൈവം തരുന്നത് ആർക്കും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ലെന്ന്. जो परमेश्वर देगा उसे कोई भी नष्ट नहीं कर सकता। പേഴ്സണൽ ദൂതായിട്ട് അങ്ങ് എടുത്തു. एक पर्सनल वाणी समझ के ले लो। ഹല്ലേലൂയ. हालेलुया। എല്ലാവരും പ്രാർത്ഥനയോടുകൂടി हर जन प्रार्थना के साथ ഒരു അടയാളം. एक चिन्ह। എന്താ അടയാളം എന്നറിയാമോ? क्या है चिन्ह? യേശയ്യാവ് മോനെ പിടിച്ചോണ്ട് പോവുകയാ. एशिया बेटे को पकड़ के ले जा रहे മക്കളും അടയാളമാ കേട്ടോ. मैं मेरा बच्चा चिन्ह है। പിന്നെ രാജാവിനോട് പറയുക, और राजा को कहता है രാജാവേ നിനക്കെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നു. तेरे विरुद्ध बहुत बड़ा षड्यंत्र चल रहा है। ദൈവം പറയുന്നത് അത് നടക്കത്തില്ല. लेकिन परमेश्वर बोल रहे वो नहीं होगा। ശത്രു ഒഴുക്കുന്ന പദ്ധതി നടക്കത്തില്ല. कि परमेश्वर बच्चों तेरे विरुद्ध में जो शत्रु बना रहे योजना नहीं होगा। പ്രോസ്പർ ആകത്തില്ലെന്ന്. कि शैतान का जो भी योजना प्रॉस्पर नहीं होगा। എന്നിട്ട് ഒരു അടയാളം പറയുക. और एक चिन्ह कहता है 65 വർഷത്തിനകം कि 65 years के अंदर നിനക്കെതിരെ നിൽക്കുന്ന രാജാക്കന്മാർക്ക് ദേശമില്ലാത്തവണ്ണം അവർ നഷ്ടപ്പെട്ടു പോകുമെന്ന്. कि तेरे विरुद्ध में जो राजा खड़ा है उनको देश के बिना वो नष्ट हो जाएगा। അതിനും ഒരു അടയാളം കൊടുക്കുകയാ. उसका भी एक चिन्ह देता है। അതിന് കൊടുക്കുന്ന അടയാളം എന്താ? उसके लिए क्या चिन्ह देता है? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. कि जो कुंवारी है गर्भवती होगा। ഹലോ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ചിലരൊക്കെ പറഞ്ഞത് യെശയ്യാവിന്റെ മക്കളെ കുറിച്ചാണ് പറയുന്നത്. നല്ല ദൈവമക്കളെ, യെശയ്യാവിന്റെ ഭാര്യ കന്യകയല്ല. കാരണം അവൾക്ക് ഓൾറെഡി ഒരു മകൻ അല്ലേ കൈ പിടിച്ചോണ്ട് മോനെ കൊണ്ട് പോയില്ലേ. അപ്പോൾ യെശയ്യാവ് പറയുന്നത് തന്റെ മക്കളെ കുറിച്ചല്ല. യെശയ്യാവ് പറയുന്നത് മറിയത്തിന്റെ മകനായി ജനിക്കുന്ന യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. कुछ लोग इस प्रकार कहते हैं, एशिया जो कहते हैं अपने पत्नी के बदले उसकी पत्नी के बदले वो अपने बेटे को लेके जाते हैं। जो कहते हैं मरियम को जन्म होने वाले यीशु मसीह के बारे में। കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. कुंवारी गर्भधारी बन के एक बच्चे को जन्म देगा। അടയാളമാണ് കേട്ടോ. वो एक चिन्ह है। അവന് എന്താ പറഞ്ഞു? ഹല്ലേലൂയ. അവന് somebody help me. hallelujah. അല്ലല്ല, അതിന് മുന്നോട്ട് വായിച്ചു കഴിയുമ്പോൾ അവൻ ഇന്ന പ്രായമാകുമ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയാൻ ഇവന് പ്രായമാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഒരു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴേ
ഈ രാജാക്കന്മാരുടെ അടിസ്ഥാനം ഇളകുന്നു. ഹല്ലേലൂയ. बोलते कि ये जो बच्चा है कि अच्छे बुरे को परखने के समय से पहले है ये राजाओं का नींव हिल യേശു जाएगा. കർത്താവിന്റെ ജനനത്തെ കുറിച്ചുള്ള പ്രവചനമാണ് കേട്ടോ. यीशु मसीह के जन्म के बारे में भविष्यवाणी है. യേശു കർത്താവ് തന്നെ ഒരു വലിയ അടയാളമാണ്. यीशु मसीह स्वयं एक बड़ा चिन्ह എന്തിന്റെ है. അടയാളമെന്ന് അറിയാമോ? किस चीज का चिन्ह? ദൈവജനത്തിനെതിരെ വാദിക്കുന്ന ദേശങ്ങളുടെ അടിസ്ഥാനം ഇളകാൻ പോകാന്നുള്ളതിന്റെ അടയാളമാണെന്ന്. कि परमेश्वर के लोगों के विरुद्ध में जो खड़ा हुआ देश का नींव हिलने वाला उसका एक चिन्ह है. ആ യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് उस यीशु मसीह के जन्म के बारे മറിയത്തിന് में ഒരു അടയാളം കൂടെ കൊടുക്കുകയും मरियम को और एक चिन्ह देता है. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് ഇപ്പോൾ ഗർഭവതിയാണ്. तेरी जो रिश्तेदार एलिसबेथ जो है अभी वो गर्भवती है. നിങ്ങൾക്കറിയാമോ? क्या आपको पता है? എലിസബത്തിനെ കാണാൻ മറിയ അങ്ങോട്ട് ചെല്ലുകയാണ്. एलिसबेथ को देखने के लिए मरियम जा रहा है. എലിസബത്തിനെ കാണാൻ മറിയ ചെന്നിട്ട് एलिसबेथ को देखने मरियम में गया. മറിയയുടെ വായിൽ നിന്ന് ഒരു ശാലോം അങ്ങോട്ട് വീണപ്പോൾ जब मरियम के जबान से एक शालोम जब गिरा, നിന്റെ വന്ദനസ്വരം എന്റെ കാതിലെത്തിയപ്പോൾ തന്നെ എന്നാണ് कहते എലിസബത്ത് हैं कि तेरा वंदन का स्वर जब मेरे कानों में ഇന്നത്തെ आया. കാലത്ത് വന്ദനം എങ്ങനെ പറയുന്നത്? आज उस जमाने वंदन कैसे कहते हैं? ഗുഡ് മോർണിംഗ് എന്നാണോ? गुड मॉर्निंग है क्या? ഹായ് ഹലോ എന്നാണോ? हाय हेलो है क्या? ഇന്നത്തെ കാലത്ത് എങ്ങനെ വന്ദനം പറയുന്നത്? उस जमाने कैसे कहते थे? യഹൂദന്മാർ എങ്ങനെ വന്ദനം ചെയ്യുന്നത്? यहूदी कैसे वंदन करते थे? ശാലോം, शालोम, സമാധാനം. समाधानम. ആ സമാധാനത്തിന്റെ സ്വരം അങ്ങോട്ട് വീണപ്പോൾ वो शांति का स्वर जब गिरा, ഉദരത്തിനകത്ത് ഒരു സമാധാനത്തിന്റെ രാജകുമാരൻ ഇരിപ്പുണ്ട്. कि ഹല്ലേലൂയ. घोग के अंदर एक शांति का राजकुमार അകത്ത് है. സമാധാനത്തിന്റെ രാജകുമാരൻ ഉള്ളതുകൊണ്ട് अंदर शांति का राजकुमार है മറിയം बोल के, പറഞ്ഞ ശാലോമിന് ഡബിൾ പവറാ കേട്ടോ. कि मरियम ने जो कहा करता शालोम को सुनते डबल थे। पावर है. ഹലോ, എലിസബത്തിന്റെ കാതിലൊക്കെ ശബ്ദം വീണപ്പോൾ एलिसबेथ के कान में उसका आवाज गया. എലിസബത്ത് പ്രവചിക്കാൻ തുടങ്ങി. एलिसबेथ जो भविष्यवाणी എലിസബത്ത് देने लगा, ആത്മനിറവ് പ്രാപിച്ചു. वो आत्मा में भरा. ഹല്ലേലൂയ. അവള് പ്രവചിച്ച് പറയുക, वो भविष्यवाणी देख के कहा, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാൻ കൊണ്ട് ഞാൻ ഭാഗ്യവതിയെ തീർന്നെന്ന്. मेरे परमेश्वर का माता मेरे पास आने के लिए मैं भाग्यशाली നിന്റെ बना. ശാലോം എന്റെ ചെവിയിൽ വീണപ്പോൾ തന്നെ तेरे शालोम मेरे कान എന്റെ में आया. ഉള്ളിൽ പിള്ള തുള്ളിയെന്ന്. ഹല്ലേലൂയ. मेरे कोख में बच्चा उछला. എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. मैं जो समझा उसकी कहता हूँ അകത്തിരുന്ന യോഹന്നാനും ആത്മാവിൽ നിറഞ്ഞെന്ന്. कि ഹല്ലേലൂയ. अंदर जो बेटा योहन्नान भी आत्मा में भरा. അകത്തിരുന്ന യോഹന്നാൻ ആത്മാവിൽ തുള്ളാൻ തുടങ്ങിയെന്ന്. कि अंदर जो योहन्नान है वो आत्मा में भरने ഇത് ഞാൻ लगा. മനസ്സിലാക്കി ഒരു കാര്യം കൂടെ പറയാം. मैं और एक बात कहता हूँ, അമ്മ കാതുകൊണ്ട് കേൾക്കുന്നത് माँ जो कान से सुनता है ഗർഭസ്ഥ ശിശുവും കേൾക്കും. वो अंदर जो बच्चा है वो भी Amen. सुनेगा. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള നമ്മുടെ സഹോദരിമാരോട് പറയുന്നത്. इसके लिए जो प्रेग्नेंट बहनों से कहता ഇത് है, വേദപുസ്തകം കേട്ടോ. ये वचन है, നിങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കണം, നല്ല കാര്യങ്ങൾ പറയണം. आप हमेशा अच्छी बातें सोचने, अच्छी बातें कहना है. നിങ്ങൾ ശാപവാക്കുകൾ പറയരുത്. आप शाप की बातों को नहीं നമ്മുടെ कहना. പഴയ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ പറയത്തില്ല, അവള് ഗർഭിണി, അവളെ സന്തോഷമായിട്ട് വെക്കണം അല്ലേ? वो बुजुर्ग लोग बोलते हैं वो गर्भवती उसको खुश खुश रखना. അതുകൊണ്ടാണ് ഈ പഴയ കാലത്തൊക്കെ ഈ എന്താ പറഞ്ഞത് വിളിച്ചോണ്ട് പോകുന്നത്. ഒരു 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 പീരീഡ് കഴിയുമ്പോൾ അമ്മയുടെ വീട്ടിൽ വിളിച്ചോണ്ട് പോകുന്നത്. इसके लिए पुराना जमाने में एक समय के बाद क्या माँ के घर में बुला के ले जाता. എന്തിനാണെന്നറിയാമോ? क्यों ഈ मालूम है? പഴയ കാലത്ത് എന്ന് പറഞ്ഞാല് എല്ലാ വീട്ടിലും ഒരുവിധപ്പെട്ട വീട്ടിലെല്ലാം അമ്മായിമ്മ പവർ ഉണ്ടാവും. तो पुराना जमाने में बहुत सारे घरों में क्या होता है कि सासू का बहुत सताता है. ഇന്നത്തെ കാലത്ത് അമ്മായിമ്മമാരില്ല, എല്ലാ അമ്മമാരും. അതുകൊണ്ട് അത്രയും പോരില്ല. ഹല്ലേലൂയ. आज के जमाने में प्रेज गॉड हालेलुया कि किधर भी सासू माँ नहीं है, सब जगह माँ लोग हैं. അപ്പൊ ഈ അമ്മായിമ്മ പോര് കൂടുമ്പോൾ കുഞ്ഞിന് സന്തോഷം ഉണ്ടാകണം അല്ലേ? കുഞ്ഞ് നല്ല ആരോഗ്യത്തോട് വരണമെങ്കിൽ സന്തോഷം ഉണ്ടാകണം. तो ये सासू माँ का जो बहुत ये होते हैं बोल के बच्चे अच्छे പണ്ടത്തെ रहना. അപ്പച്ചന്മാര് കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഇവളെ എങ്ങനെയെങ്കിലും അമ്മയുടെ വീട്ടിൽ വിടും, അവള് സ്വസ്ഥമായിട്ട് ഒരു 3-4 മാസം അവിടെ കഴിയട്ടെ. तो ഹല്ലേലൂയ. इसको कैसे माँ के घर में भेजने, वहाँ शांति से रहने दे 3-4 ഇതിന് महीना. ഇന്ന് അതിന്റെ അത്യാവശ്യമില്ല. आज उसकी जरूरत नहीं है. ഇന്ന് എവിടെ സന്തോഷം അവിടെ ഇരിക്കുക എന്നുള്ളത്. ആമീൻ आज പറഞ്ഞാട്ടെ. जहाँ आनंद है वहाँ रहने दो. ഹല്ലേലൂയ. हालेलुया. ശരി, ഞാൻ പറഞ്ഞത് യോഹന്നാൻ അകത്തിരുന്നോണ്ട് കേട്ടു കേട്ടോ. कि मैं एक यहाँ की യോഹന്നാൻ अंदर बैठ के ഞാൻ सुना. രഹസ്യം പറഞ്ഞു തരാം. मैं एक रहस्य कहता हूँ ചില സഹോദരിമാരെ ഈ അകത്ത് കുഞ്ഞു കിടക്കുമ്പോൾ ഇങ്ങനെ ശപിച്ചിട്ടുണ്ട്. कि कुछ बहनों को अंदर जब कोख में बच्चे ഓ, थे, उनको श्राप എനിക്കിതിനെ दिया है. വേണ്ടായിരുന്നു കേട്ടോ, അബദ്ധം പറ്റി വന്നതാ. कुछ बहनें बोलते हैं कि मुझे नहीं चाहिए ഇത് था, planned गलती से आया. അല്ലായിരുന്നു. ये प्लान नहीं था, ഇതെന്റെ വേദന വർദ്ധിപ്പിച്ചു. ये मेरा दर्द बढ़ाया. അങ്ങനൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. वैसे कभी नहीं कहना കാരണം चाहिए. അതിന്റെ എഫക്റ്റ് അകത്തുണ്ട്. उसका इफेक्ट अंदर है, പിന്നീടാണ് അത് മനസ്സിലാക്കുന്നത്. फिर वो पता चलता है. ഓൾവേസ് പ്ലസ്, എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. तो हमेशा आशीषित देते എനിവേ हैं യോഹന്നാൻ അകത്ത് തുള്ളാൻ തുടങ്ങി. कि अंदर യോഹന്നാൻ कुचला. കാരണം എന്താ യോഹന്നാൻ തുള്ളിയത്? क्यों ओ യോഹന്നാൻ उछला? സീനായി പർവ്വതത്തെ തുള്ളിച്ചവനാണ് ഈ വരുന്നത്. कि ഹല്ലേലൂയ. सीनाई पहाड़ को जो कापाया वो आ रहा है. വലിയ ആരവാരത്തോടൊന്നുമല്ല വരുന്നത്. वो बहुत बड़ा മറിയയുടെ शोर के साथ ഉദരത്തിൽ नहीं आ रहा. മറഞ്ഞിരിക്കുകയാണെങ്കിലും
बेले मरियम के कोख में छुप के बैठा है। ഇമ്മാനുവേലായാണ് വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. इम्मानुएल होके प्रकट होके आया है। പറയാൻ ഇനിയുണ്ട് പ്രിയമുള്ളവരെ. और भी बहुत सारी चीजें कहना है. യേശുവിന്റെ 30ാമത്തെ വയസ്സിൽ ശുശ്രൂഷ തുടങ്ങുന്നതിന് ഒരു 6 മാസം മുമ്പ് यीशु 30 साल की उम्र में सेवकाई करने से അതുവരെ 6 യേശു महीना पहले, നിശബ്ദനായിരുന്നു. तब तक यीशु शांत 6 था. മാസം മുമ്പ് 6 महीना ഈ पहले യോഹന്നാനെ ദൈവം എഴുന്നേൽപ്പിച്ചു. യോഹന്നാൻ को परमेश्वर ने उठाया. യോഹന്നാന്റെ ശുശ്രൂഷ തുടങ്ങി. യോഹന്നാൻ का सेवकाई शुरू യോഹന്നാനെ हुआ. കുറിച്ച് സുവിശേഷത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? യോഹന്നാन के बारे में सुसमाचार ഞാൻ ഈ का ദൂതിന്റെ ഒരു आधा പ്രധാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. मैं इस दूत के खास बात पे आ रहा യോഹന്നാന്റെ है. സുവിശേഷം ഗോസ്പൽ ഓഫ് ജോൺ അപ്പോസ്തലനാകുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിൽ कि യോഹന്നാन का सुसमाचार का पहला अध्याय में സ്നാപകനാകുന്ന യോഹന്നാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാन बपतिस्मा के बारे में कहते हैं. രണ്ടുപേരും രണ്ടാളാണ്. ये दोनों दो है. അപ്പോസ്തോൽ യോഹന്നാൻ അപ്പോസ്തോൽ സുവിശേഷം യോഹന്നാൻ എഴുതിയപ്പോൾ जो वचन लिखा സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുകയാണ്. कि യോഹന്നാൻ बपतिस्मा के बारे में कहता എന്താ है. പറഞ്ഞെന്ന് അറിയാമോ? क्या कहा? ഇനി ഒന്ന് ശ്രദ്ധിക്കണമേ. आप ध्यान നമ്മൾ ഈ देना. ദിവസങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്ന ദൂത് വെളിച്ചമെന്ന ദൂത, ലൈറ്റ് എന്ന इन ദൂത. दिनों में जो वचन ले रहे हो प्रकाश, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ലൈറ്റിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് പറയുന്നത്. कि യോഹന്നാൻ में क्या है, ज्योति के बारे में कहता है, प्रकाश के ലൈറ്റിനെ बारे കുറിച്ച് में. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? प्रकाश के बारे में क्या कहता है? ഹല്ലേലൂയ. എന്നും വെളിച്ചവും ഇരുട്ടും തമ്മിൽ ഒരു യുദ്ധമുണ്ടായിരുന്നു. हमेशा प्रकाश और अंधकार के बीच में एक युद्ध था. Always there was a battle in between light and darkness. हमेशा एक प्रकाश और अंधकार के बीच में एक युद्ध था. എല്ലാ കാലത്തും हर समय പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇരുളും വെളിച്ചവും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. सृष्टि के आरंभ से इन दोनों में एक युद्ध था. ഹല്ലേലൂയ. എന്നാൽ लेकिन ഒരിക്കൽ പോലും एक बार भी ഇരുളിന് വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല. लेकिन कभी भी अंधकार को प्रकाश पे जय नहीं ले पाया. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാन का सुसमाचार पहला अध्याय 4 से जरा पढ़िए. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഗോഡ് ഈസ് ലൈറ്റ് എന്ന് നമ്മള് രാവിലത്തെ സെക്ഷനിൽ കേട്ടു അല്ലേ? हमने सुबह के सेक्शन में कि परमेश्वर प्रकाश था, ഇവിടെ ज्योति था. പറയുകയാണ് യേശുവിൽ വെളിച്ചമുണ്ടായിരുന്നു, ജീവന്റെ വെളിച്ചമുണ്ടായിരുന്നു. कि यहाँ कहते यीशु में जीवन का ज्योति था. ഇനി വെളിച്ചത്തിന്റെ പ്രത്യേകത, अभी ज्योति का खासियत, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. और ज्योति जो है अंधकार में चमकती എന്ന് है. പറഞ്ഞാൽ उसका अर्थ है ഇരുട്ടെവിടെയുണ്ടോ जहाँ अंधकार है അവിടെ വെളിച്ചം വന്നു കഴിഞ്ഞാൽ वहाँ जब प्रकाश ആ आएगा ഇരുട്ടിനെ തള്ളി മാറ്റും. वो जो अंधकार को हटा देता है. വേദപുസ്തകത്തിന്റെ തുടക്കം അങ്ങനെ കേട്ടോ. कि वचन का आरंभ इस प्रकार ഭൂമിയുടെ है മേൽ ഇരുളുണ്ടായിരുന്നു. कि पृथ्वी के ऊपर ദൈവം अंधकार പറഞ്ഞു था. വെളിച്ചമുണ്ടാകട്ടെ. परमेश्वर का प्रकाश होने എന്ത് दे. സംഭവിച്ചു? क्या हुआ? ഇരുള് പുറത്തുപോയി. कि जो अंधकार ഇന്ന് है बाहर പകൽക്കാലം गया. നിങ്ങളും ഒന്ന് പറഞ്ഞാട്ട്, आप भी आज के दिन बोलो, യേശു ആരാണ്? വെളിച്ചമാണ്. यीशु कौन है? प्रकाश है, ലോകത്തിന്റെ വെളിച്ചമാണ്. दुनिया का ज्योति है. God is light. परमेश्वर ज्योति है, സാധാരണ വെളിച്ചമല്ല, साधारण ज्योति नहीं, ലൈഫ് ഗിവിംഗ് ലൈറ്റ്. कि ഹല്ലേലൂയ. जीवन देने वाला ज्योति, ജീവൻ തരുന്ന വെളിച്ചമാ. जीवन देने ആ वाला വെളിച്ചം ज्योति. ഇന്ന് നിങ്ങളുടെ മേൽ ഉദിച്ചാൽ वो ज्योति अगर आज हमारे पर आए, ഇരുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകും. हमारे जीवन से अंधकार चले ഇരുട്ടിന്റെ जाएगा. എല്ലാ നിഷ്ഫല പ്രവർത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. अंधकार हर एक काम हमारे जीवन से हट നിങ്ങളുടെ जाएगा. ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ ഈ ഇരുട്ടുണ്ടോ? हमारे जीवन में कोई भी मंडल में अगर നിങ്ങളുടെ अंधकार കുടുംബത്തിൽ है, ഏതെങ്കിലും മേഖലയിൽ ഇരുട്ടുണ്ടോ? अगर आपके ऊपर एक अंधकार है, ഇന്ന് നീതി സൂര്യൻ രോഗപശാന്തിയോടുകൂടെ നിങ്ങളുടെ മേൽ ഉദിക്കുവാനിടയായി തീരട്ടെ. अब आज नायक का जो सूरज है कि आपके ऊपर उगने दो. മലക്കിയുടെ പുസ്തകത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. मलाइका की किताब में इस प्रकार लिखा നീതി है, സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. धार्मिक का जो सूरज है वो चंगाई के साथ आप पे प्रकट होगा. ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്. उसका ट्रांसलेशन इस നീതി प्रकार है സൂര്യൻ തന്റെ ചിറകിന്റെ കീഴിൽ कि धार्मिकता का जो सूरज अपने पंखों के नीचे, സൗഖ്യത്തിന്റെ കിരണങ്ങളോടുകൂടെ ഉദിക്കും. वो चंगाई का किरणों के साथ നീതി उगेगा. സൂര്യന്റെ ചിറകിന്റെ മറവിൽ നിന്ന് कि धार्मिकता का सूरज का पंखों के ആ अंदर से സൂര്യന്റെ കിരണം നിന്റെ മേൽ വീഴുമ്പോൾ वो सूरज का जो किरण तेरे पे ആ गिरेगा, കിരണത്തിനൊരു സൗഖ്യമുണ്ട്. वो किरण में एक चंगाई है. യേശുവിന്റെ കിരണം, യേശുവിന്റെ പ്രകാശം ഇന്ന് പകൽ നിന്റെ മേൽ വീണാൽ यीशु का जो प्रकाश आज तेरे पे गिरे, നിന്റെ മേൽ ഒരു സൗഖ്യം വെളിപ്പെടുമെന്ന്, तेरे ऊपर एक चंगाई प्रकट ഇരുട്ട് होगा, മാറിപ്പോകുമെന്ന്, अंधकार हट जाएगा, ഇരുട്ടിന്റെ പ്രവർത്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകുമെന്ന്. अंधकार का जो काम है यीशु मसीह के नाम से दूर हो നീതി जाएगा. സൂര്യൻ വെളിപ്പെട്ട് കഴിഞ്ഞാൽ धार्मिकता का सूरज जब प्रकट പിന്നെ होगा, അടുത്ത വാക്യത്തിൽ മലാഖി പ്രവചിച്ചത്, उसके आगे के बात में कहता നിങ്ങളോ है, തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടുമെന്ന്. तुम घोंसले से निकलने वाला भेड़ों के समान उछलेगा. ആണോ? യേശു ഒന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ यीशु जब प्रकट होगा,
ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുമെന്ന്, आपका जीवन का अवस्था बदलेगा, തുള്ളിച്ചാടുമെന്ന്, आप उछलेंगे, ആനന്ദത്തിൽ നൃത്തം ചെയ്യുമെന്ന്, आनंद में नृत्य करेंगे, ആരാധിക്കുമെന്ന്, आराधना करेंगे, ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കുമെന്ന്. जीवन में छुटकारा पाएंगे. യേശുവേ എന്റെ മേൽ ഒന്ന് ഉദിക്കണമേ, कितने लोग बोले यीशु मेरे पे എന്റെ മേൽ ഒന്ന് ഉദിക്കണമേ. मेरे ऊपर प्रकाश डाल. യോഹന്നാന്റെ സുവിശേഷത്തിൽ അടുത്ത വാക്യങ്ങളിൽ എന്താ പറയുന്നത്? सुसमाचार अगले क्या कहता है? ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. अंधकार ने उसे ग्रहण नहीं किया. There was a constant war उन दोनों के बीच में एक युद्ध है, in between light and darkness. ज्योति और अंधकार में, ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഒരു വലിയ യുദ്ധം നടക്കുക. अंधकार और ज्योति में एक युद्ध है. ചരിത്രാതീത കാലം മുതൽ आरंभ से ഇരുട്ട് വെളിച്ചത്തെ ഒതുക്കാനാ ശ്രമിച്ചത്. कि अंधकार जो है प्रकाश को दबाने को देखा, लेकिन आज तक വെളിച്ചത്തെ തോൽപ്പിക്കാൻ ഇരുട്ടിന് പറ്റിയിട്ടില്ല. अंधकार प्रकाश को हरा नहीं पाया. നിങ്ങൾ പറഞ്ഞാട്ടെ, आप बोलो, അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിലും अगर ऐसे है तो मेरे जीवन ഇരുട്ട് में, ജയിക്കത്തില്ല, आमीन आमीन, मेरे जीवन में अंधकार नहीं സാത്താൻ जीतेगा, ജയിക്കത്തില്ല, सातान जीतेगा नहीं, പിശാച് ജയിക്കത്തില്ല, शैतान नहीं जीतेगा, ഇരുട്ടിന് വെളിച്ചത്തെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. अंधकार प्रकाश को दबा नहीं सकता. ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഇതിനകത്തുണ്ട്. और भी बहुत सारी चीजें मुझे बोलने के लिए है. അടുത്ത വാക്യത്തിൽ പറയുക, अगले आयत में कहता है ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. कि परमेश्वर ने भेज के एक व्यक्ति आया, അവന്റെ പേരെന്താ? അവന്റെ പേര് യോഹന്നാൻ. उसका नाम यूहन्ना. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു ദൈവം അയച്ചവരെ കുറിച്ചല്ലേ? कि पिछले हफ्ते में हमने सुना परमेश्वर കർത്താവ് जो भेजा, പറഞ്ഞയച്ചവൻ അധികാരമുണ്ട്. जो परमेश्वर भेजता उसको अधिकार है. കർത്താവ് പറഞ്ഞയച്ചവൻ അതോറിറ്റിയോടെ ചിലരുടെ കെട്ടുകളെ അഴിക്കുമെന്ന്. कि परमेश्वर जिसे भेजता है वो अधिकार से कुछ बंधनों को खोलेगा. ദൈവം അയച്ചിട്ടൊരുവൻ വന്നു. एक परमेश्वर ने भेज के एक व्यक्ति आया. ഇവന്റെ ശുശ്രൂഷ കണ്ടപ്പോൾ इसकी जो सेवकाई देखा, ആളുകൾക്ക് തോന്നി ഇവൻ വെളിച്ചമാണെന്ന്. कि उस लोगों को बोला ये प्रकाश है. പക്ഷേ ഈ വചനം എന്താ അടുത്തത് എഴുതിയിരിക്കുന്നത് കണ്ടോ? इसके अगले आयत में क्या लिखा है? അവൻ അവൻ വെളിച്ചമായിരുന്നില്ല. वो ज्योति नहीं था. ഒന്ന് നിർത്തിക്കേ, ആരെ കുറിച്ചാ പറയുന്നത്? किसके बारे में कहता है? സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ യോഹന്നാനെ കുറിച്ച് പറയാം. അവൻ വെളിച്ചമായിരുന്നില്ല. स्त्रियों में जो जन्म लिया सबसे बड़ा യോഹന്നാൻ के बारे में कहते हैं. വെളിപ്പാട് നിങ്ങളോട് പറയാം. मैं आपको एक प्रकाशन कहता हूं. യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല. യോഹന്നാൻ जो है प्रकाश വരാൻ नहीं था. പോകുന്ന വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. क्यों आने वाला प्रकाश के बारे में उसने गवाही दी. ഒരു വെളിച്ചം വരുന്നുണ്ട്. एक प्रकाश आने वाला है. മാസത്തിന് ശേഷം ആ വെളിച്ചം വെളിപ്പെട്ടപ്പോൾ ചൂണ്ടിക്കാണിച്ചു ഇവനാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടെന്ന് പറഞ്ഞ് യേശുവിനെ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ, സാക്ഷ്യപ്പെടുത്തതേ ഉള്ളൂ. वो 6 महीने के बाद यीशु को पकड़ा के बताया कि ये है जो दुनिया का पापों को लेने वाला, जो यही है यीशु मसीह करके उसने छूट के बताया. അവൻ വെളിച്ചമായിരുന്നില്ല. वो प्रकाश नहीं था. അതങ്ങനെ സംഭവിക്കുമോ? വേദവശമല്ലേ? കടത്തല്ലേ? സമ്മതിച്ചോ നിങ്ങൾ? യോഹന്നാൻ വെളിച്ചമായിരുന്നോ? യോഹന്നാൻ प्रकाश था क्या? അല്ലത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. यहाँ कहते नहीं था. പക്ഷേ യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ, लेकिन यीशु के सेवकाई शुरू യേശുവിന്റെ किया. ആദ്യത്തെ പ്രസംഗത്തിൽ, यीशु के पहला प्रचार में, ഗിരിപ്രഭാഷണത്തിൽ തന്നെ पहाड़ी उपदेश में, യേശു തന്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, यीशु ने अपने चेलों को देख के बोला, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. आप जगत की ज्योति हो. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. आप नहीं समझे. യോഹന്നാൻ വെളിച്ചമല്ല, യോഹന്നാൻ जो है प्रकाश പക്ഷേ नहीं है, ഞാനും നീയും വെളിച്ചമാണ്. लेकिन मैं और आप जो है ज्योति. ഇതെങ്ങനെ സംഭവിച്ചു? ये कैसे हुआ? അരെ യോഹന്നാനെ പോലെ ഒരുത്തനില്ലാത്ത ഗുണം നമുക്കെന്തുവാ? तो യോഹന്നാൻ में जो गुण नहीं वैसे हम में क्या है? ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാन का सुसमाचार में लिख के रखा है. അവനിൽ വിശ്വസിക്കുന്നവർക്ക് उसको उस पर जो विश्वास करते हैं, ദൈവ മക്കളാകുവാൻ അവകാശം കൊടുത്തു. वो परमेश्वर का संतान बनने का हक दिया ദൈവ है. മക്കളാണെങ്കിൽ अगर परमेश्वर के बच्चे हैं तो യോഹന്നാൻ മക്കളാണോ? അല്ല കേട്ടോ. യോഹന്നാन परमेश्वर के बच्चे हैं क्या? ആണോ? യോഹന്നാൻ ദൈവത്തിന്റെ മകനാണോ? क्या യോഹന്നാन परमेश्वर के बच्चे हैं? കൺഫ്യൂഷൻ ആയല്ലോ കർത്താവേ. വേദവശം എന്താ പറയുന്നത്? वचन क्या कहता है? യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. उसके सुसमाचार में लिखा है. ഹല്ലേലൂയ. യേശുവിന്റെ ഗ്രൂപ്പ് വളരുന്ന നാരാണ്ട് യോഹന്നാനോട് വന്ന് പറഞ്ഞല്ലേ, कि യോഹന്നാन को किसी ने आके बोला कि यीशु का जो झुंड है बढ़ रहा है. ഗുരു നീ സ്നാനം കഴിപ്പിച്ചവൻ जो बोलते गुरु तूने जिसको बपतिस्मा दिया നിന്നെക്കാട്ടിലും വലിയ സഭ ഉണ്ടാക്കുന്നു. तेरे से बड़ा कलीसिया बना रहा ഇത് है. കേട്ടിട്ട് യോഹന്നാൻ പറഞ്ഞു, ആരാ അവനെ ഇവിടെ വിളിച്ചോണ്ട് വന്നത്? യോഹന്നാൻ പറഞ്ഞു, यीशु जो യോഹന്നാൻ ने कहा മണവാട്ടി ഉള്ളവനാ മണവാളൻ. जिसको दुल्हन है वो है दूल्हा. മണവാളൻ, അവന്റെ കൂടെ മണവാട്ടിയുണ്ട്. कि वो दुल्हन है.
ഞാൻ മണവാളന്റെ സ്വരം കേട്ട് സന്തോഷിക്കുന്ന സ്നേഹിതനാ. मैं कौन है? दूल्हा का आवाज सुन के आनंद लेने वाला मित्र हूँ. പഴയ നിയമത്തിൽ അബ്രഹാം ആണെങ്കിലും ഇസ്ഹാക്ക് ആണെങ്കിലും യാക്കോബ് ആണെങ്കിലും ദാവീദ് ആണെങ്കിലും മോശയാണെങ്കിലും എല്ലാവരും സ്നേഹിതന്മാരാ കേട്ടോ. कि अब पुराने नियम में अब मूसा हो या अब्राहम हो या जो भी हो, सारे के सारे കല്യാണ मित्र हैं. സദ്യയിൽ ക്ഷണിക്കപ്പെട്ട സ്നേഹിതന്മാരാ. कि शादी में बुलाए वो मित्र है. പക്ഷെ ഞാനും നിങ്ങൾ हम और आप कौन है? ഞാനും നിങ്ങൾ അവന്റെ മക്കളാണ്, മണവാട്ടിയാണ്, സ്ഥാനം ചെറുതല്ല. हम और आप जो उसके बच्चे हैं, दुल्हन है, स्थान छोटा नहीं है. മക്കളാണെങ്കിൽ, अगर हम बच्चे हैं, പിതാവ് വെളിച്ചമാണെങ്കിൽ, अगर पिता प्रकाश है, ദൈവം വെളിച്ചമാണെങ്കിൽ, अगर परमेश्वर ज्योति है, മക്കളായിരിക്കും. बच्चे कौन रहेंगे? മക്കളായിരിക്കും. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞത് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്, you are the children of God, so behave like the hallelujah children of light. hallelujah, വെളിച്ചത്തിന്റെ മക്കളായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യണമെന്ന്. കാരണം നിങ്ങൾ വെളിച്ചമാകുന്ന ദൈവത്തിന്റെ മക്കളാണ്. इसके एफिसियंस 5 में इस प्रकार कहते हैं कि आप परमेश्वर के बच्चे हैं, तो परमेश्वर के बच्चों के जैसा प्रकाश में रहो. Hallelujah. Hallelujah. Thank you. ഒരു 2 മണിക്കൂർ പറഞ്ഞ സന്ദേശം ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കി. Hallelujah. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. हर एक जन बोले, കർത്താവേ എന്നെ വെളിച്ചമാക്കിയതിനായി സ്തോത്രം. परमेश्वर तूने मुझे प्रकाश बनाया, इसके लिए ഇനി धन्यवाद. ഞാനൊരു രഹസ്യം നിങ്ങളോട് പറഞ്ഞത്. मैं अभी एक रहस्य आपको बताता हूं. വെളിച്ചത്തിന് ഒരു പ്രത്യേകതയുണ്ട്. कि ज्योति का खासियत എവിടെ है, വെളിച്ചം ചെന്നാൽ ഇരുട്ട് ഓടിപ്പോകും. जहां भी ज्योति जाए अंधकार चले जाएगा. ഇരുട്ടിന് ഒരു കാരണവശാലും വെളിച്ചത്തെ പിടിച്ചൊതുക്കാൻ പറ്റത്തില്ല. अंधकार कैसे भी करके ज्योति को दबा ദൈവം नहीं വെളിച്ചമാ, सकते. परमेश्वर ज्योति है. ഇന്നത്തെ യേശു വെളിച്ചമാ, यीशु ज्योति है. യേശുവിന്റെ മക്കളായ നമ്മൾ വെളിച്ചമാ. यीशु के जो बच्चे हम भी ज्योति है. അങ്ങനാണെങ്കിൽ अगर उस प्रकार है എല്ലാവരും तो പറഞ്ഞാട്ടെ, ഇരുട്ട് എന്റെ മേൽ ജയിക്കത്തില്ല. तो ऐसा है तो अंधकार मुझ पे जीत नहीं എന്നെ पाएगा. ലോകത്തിന് വെളിച്ചമാക്കി കർത്താവ് നിർത്തിയിരിക്കും. मुझे परमेश्वर ने दुनिया का ज्योति बना कर रखा है. ഇരുട്ടിന്റെ ശക്തിക്ക് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. कोई भी अंधकार का शक्ति मुझे दबा नहीं सकता. യോഹന്നാൻ വെളിച്ചമല്ലായിരുന്നു. യോഹന്നാൻ जो है प्रकाश नहीं था. പിന്നെ യോഹന്നാൻ ആരായിരുന്നു? तो യോഹന്നാൻ कौन था? അതോട് പറഞ്ഞിട്ട് നിർത്താം, സമയം वो ഓടി. कह के मैं रुकता हूँ. പിന്നെ യോഹന്നാൻ ആരായിരുന്നു? फिर യോഹന്നാൻ कौन था? ഹല്ലേലൂയ. യോഹന്നാന്റെ അടുക്കൽ ആളുകൾ വന്നിട്ട് യോഹന്നാൻ के पास लोग आके യോഹന്നാനോട് ആ ചോദ്യം ചോദിച്ചു. യോഹന്നാൻ से वो पूछा. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാन का सुख समाचार 1 का 19 से जब पढ़ेंगे, എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? वहाँ क्या लिखा है? നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ, യോഹന്നാൻ സാക്ഷ്യം പറയുക കേട്ടോ. യോഹന്നാൻ ने अपनी गवाही दिया. യോഹന്നാൻ സാക്ഷ്യം പറയും. യോഹന്നാന്റെ സാക്ഷ്യം എപ്പോഴും ആരെ കുറിച്ചാ? യോഹന്നാൻ की गवाही हमेशा किसके बारे में? വരാനുള്ള വെളിച്ചത്തെ കുറിച്ചാ. आने वाले प्रकाश के बारे में. വെളിച്ചമാണോന്ന് ചോദിച്ചു. അല്ലെന്ന് പറഞ്ഞു. ഞാൻ വെളിച്ചമൊന്നുമില്ല, बोले कि मैं प्रकाश नहीं हूँ, ജസ്റ്റ് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നവൻ. मैं ज्योति के बारे में गवाही देने के लिए. വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. अगले आयत पढ़िए. 20-ാം വാക്യം മുതൽ. ഈ വന്നവർ ഇവർ യേശുവിനോട് ചോദിക്കുക, യോഹന്നാനോട് ചോദിക്കുക, നീ ക്രിസ്തുവാണോ? जो आए वो യോഹന്നാൻ से पूछते तू मसीह है क्या? ഇവർക്ക് സംശയം തോന്നി. उन्हें शक लगा. ഹല്ലേലൂയ, ഹല്ലേലൂയ. आमीन. യോഹന്നാനെ കണ്ടപ്പോൾ അവർക്ക് സംശയം തോന്നി, ഇത് ക്രിസ്തുവാണെന്ന്. യോഹന്നാൻ को देख के उन्हें शक हुआ ये मसीह है क्या? വെളിച്ചമാണോ? प्रकाश है क्या? വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയുന്നതിനെ കുറിച്ച് സംശയം തോന്നിയെന്ന്. कि प्रकाश के बारे में गवाही दिया तो उन्हें शक हुआ. അങ്ങനാണ് ഒറിജിനൽ വെളിച്ചം എന്തായിരിക്കും അല്ലേ? तो ऐसे तो ओरिजिनल प्रकाश कैसे रहेगा? ഹല്ലേലൂയ. നീ ക്രിസ്തുവാണോ? അവൻ പറഞ്ഞു അല്ല. അടുത്ത तू मसीह है क्या? बोला नहीं. നീ ഏലിയാവാണോ? तू एलिया है क्या? അവിടെ ഒരു മിനിറ്റ് നിർത്തണം. ഈ ചോദ്യത്തിന്റെ സത്യത്തിൽ യോഹന്നാൻ ആത്മാർത്ഥമായിട്ട് 2 പ്രാവശ്യം ചിന്തിച്ചാൽ പറയാൻ പറ്റും ഞാൻ ഏലിയാവാന്ന്. പറയാൻ പറ്റുമോ? പറ്റുമോ? കാരണം യോഹന്നാനെ കുറിച്ച് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, വരാനുള്ള ഏലിയ വന്നു കഴിഞ്ഞാൽ അത് യോഹന്നാനാണെന്നുള്ള അർത്ഥത്തിൽ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവൻ ആരാണ്? പഴയ നിയമത്തിൽ വാഗ്ദത്തം ചെയ്ത ഏലിയാവ്. अगर वो 2 मिनट अगर गहराई में सोचते तो बोल सकता हमें एलिया, क्योंकि यीशु मसीह स्वयं बोला है कि जो आने वाला एलिया हो आ चुका है. പഴയ നിയമത്തിൽ ഏലിയ വരും എന്നുള്ള ആ വചനത്തിന്റെ നിവൃത്തിയാ യോഹന്നാൻ അല്ലേ? कि पुराने नियम जो एलिया आएगा जो बोला वचन की पूरापन है യോഹന്നാൻ. പക്ഷെ ചോദിച്ചപ്പോൾ जब पूछा, യോഹന്നാൻ പറഞ്ഞു ഞാൻ ഏലിയാവും അല്ലെന്ന് പറഞ്ഞു. बोला कि मैं एलिया भी नहीं है. അതെന്താ യോഹന്നാൻ എങ്ങനെ പറഞ്ഞത്? യോഹന്നാൻ ऐसे क्यों कहा? യോഹന്നാൻ ഒരു മറുപടി ഉണ്ട് കേട്ടോ. उसको एक उत्तर है. നിങ്ങളെല്ലാം എന്റെ ടൈറ്റിലാ ചോദിക്കുന്നത്. तुम सब मेरा टाइटल പക്ഷെ पूछते എനിക്ക് हैं, എന്റെ ടൈറ്റിലിൽ അറിയപ്പെടണ്ട. मुझे मेरे टाइटल में नहीं जानना. എനിക്ക് പറയാം ഞാൻ ഏലിയാവാ കേട്ടോ. मैं चाहे तो बोल सकते मैं एलिया हूँ. ഞാൻ പഴയ നിയമ പ്രവാചകന്മാരുടെ മറുപടിയാ കേട്ടോ. मैं पुराने नियम के
याजकों का जब എന്ന് उत्तर है, വേണേൽ എനിക്ക് പറയാം. मैं चाहे तो कह सकता പക്ഷെ हूँ, എനിക്ക് ടൈറ്റിലിൽ അറിയപ്പെടാൻ ആഗ്രഹമില്ല. मुझे टाइटल में जानने में इच्छा नहीं है. ഹലോ. പിന്നെ അടുത്ത വാചകങ്ങൾ വായിച്ചാട്ടെ. अगली आयत, വെളിയിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ടോ, ഞാനും ആകെ പരിഭ്രമിച്ചു പോയി. അമ്മാമ ഒന്നോട് വായിച്ചിട്ട് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ ആ നോക്കോ, യോഹന്നാൻ എന്താ മറുപടി പറഞ്ഞത്? യോഹന്നാൻ क्या उत्तर दिया? ഒത്തിരി ചോദ്യം. ക്രിസ്തുവാണോ, ഏലിയാവാണോ, ആ പ്രവാചകനാണോ? वो पूछे कि तू मसीह है क्या, तू एलिया है क्या, तू वो भविष्यता है क्या? യോഹന്നാൻ പറഞ്ഞു ഇതൊന്നുമല്ല ഞാൻ. बोले मैं कुछ भी नहीं हूँ. പിന്നെ നീ ആരാണ്? बोले तू कौन है? പണ്ട് പ്രവാചകൻ പറഞ്ഞ ഒരാളുണ്ട്. बोले पहले भविष्यता ने बोला एक बात है, പ്രവാചകൻ പ്രവചിച്ച ശബ്ദമാണ് ഞാൻ. वो जो भविष्यता ने बोला वो आवाज हूँ मैं. ഞാനൊരു ശബ്ദമാണ്. मैं एक शब्द है. വായിക്കണം കേട്ടോ, ഇംഗ്ലീഷിൽ ആ വാക്യം വായിക്കണം. कि इंग्लिश में इस प्रकार I कहते am हैं, that voice. Hallelujah. मैं वो शब्द हूँ, ഞാൻ ആ ശബ്ദമാണ്. मैं वो शब्द हूँ. ശബ്ദത്തിന് ഐഡന്റിറ്റി ഉണ്ടോ? शब्द की कोई आइडेंटिटी है क्या? ഉണ്ടോ? ശബ്ദം കാണാൻ പറ്റുമോ? क्या शब्द को देख सकते हैं? ഇല്ലെന്നേ. नहीं. യോഹന്നാൻ പറഞ്ഞു, എനിക്ക് ഒരു ടൈറ്റിലും വേണ്ട കേട്ടോ. बोले मुझे कोई टाइटल नहीं എനിക്ക് അവന്റെ चाहिए, ശബ്ദമായി മാറിയാൽ മതി. मुझे एक आवाज बनना है, എനിക്ക് അവനെ കുറിച്ച് വിളിച്ചു പറയുന്ന ഒരു ശബ്ദമായി മാറിയാൽ മതി. मैं एक पुकारने वाला शब्द हूँ, എനിക്കൊരു സാക്ഷ്യമായി മാറിയാൽ മതി. मुझे एक गवाही बनना है. ഇന്ന് പകൽക്കാലം എത്ര പേർ സുനിലെ ഒന്ന് ശ്രദ്ധിച്ച ബാക്കിലോട്ടെ. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയും, കർത്താവേ आज कितने लोग बोलेंगे നിന്റെ परमेश्वर ശബ്ദമായി മാറണം. मुझे तेरा आवाज बनना है? ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? एक क्षण जरा खड़े हो जाइए. യേശുവേ ഹല്ലേലൂയ. यीशु, എനിക്ക് വേറെ ഒന്നും വേണ്ട. मुझे और कुछ नहीं चाहिए. ഹല്ലേലൂയ. നിന്നെ വെളിപ്പെടുത്തുന്ന ഒരു ശബ്ദമായി, तुझे प्रकट करने वाला आवाज बन के, വെളിച്ചത്തിന്റെ മക്കളായി, प्रकाश के बच्चे संतान बन के, അനേകരെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമായി अनेकों को प्रकाशित करने के लिए എനിക്കൊന്ന് നിൽക്കണം കർത്താവ്. मुझे रुकना है प्रभु. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. हर एक जन प्रार्थना करे, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. हर एक जन प्रार्थना करे. 30-ാമത്തെ വയസ്സിൽ യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങി. कि 30वीं उम्र में यीशु मसीह का सेवकाई शुरू വലിയ हुआ. ആരവാരങ്ങളൊന്നുമില്ലായിരുന്നു. बहुत बड़ा शोर नहीं था. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ ഒന്ന്. ध्यान देना. ശാന്തനായി യേശു രംഗത്തേക്ക് കയറുകയാ. शांति से यीशु आ रहा है. യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചു. യോഹന്നാൻ ने दिखाया, ഇതാണ് എപ്പിഫനി. ये है एपिफनी. ദൈവപുത്രൻ ഇറങ്ങി വന്നതാ. परमेश्वर का पुत्र उतर പിന്നെ आया. എന്താ സംഭവിച്ചെന്നറിയാമോ? फिर क्या हुआ? പർവ്വതങ്ങൾ കത്തിയില്ല, कि पहाड़े नहीं जला, വെള്ളം തിളച്ചില്ല, कि पानी उबला തീയിൽ नहीं, ചുള്ളി കത്തിയില്ല. कि आग में कुछ जले പക്ഷേ नहीं, അവൻ ചെന്നിടത്തല്ല लेकिन जहां भी वो गया, അവനെ തൊട്ടവർ സൗഖ്യമായി. आमेन, उसे जो छुआ चंगा हुआ, അവൻ തൊട്ടവർ സൗഖ്യമായി. वो जिसे छुआ वो भी അവൻ चंगा हुआ. ചെന്നിടത്തെല്ലാം वो जहां भी गया, അന്ധകാര ശക്തികൾ മുട്ടുമടക്കി മാറി. वो जहां भी गया, अंधकार का जो शक्ति है वो घुटने അപ്പോൾ टेका. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, मैं आपसे पूछता हूँ, യെശയ്യാവ് പറഞ്ഞു, തീയിൽ ചുള്ളി കത്തുന്നത് പോലെ നീ ഇറങ്ങി വരണം. बोले कि तो अग्नि में जैसा लकड़े जलते उस प्रकार ജാതികൾ तू उतर के കാണത്തക്ക आना. നീ ഇറങ്ങി വരണം. तू जातीय समझ पर वैसे तू प्रकट होना. എങ്ങനെ യേശു ഈ കാലഘട്ടത്തിൽ ഇറങ്ങി വരുന്നത്? कैसे यीशु इन दिनों में प्रकट होता है? നിന്റെ സൗഖ്യമായി, നിന്റെ വിടുതലായി, നിന്റെ ആശ്വാസമായി യേശു ഇറങ്ങി വരാൻ പോകുക. कि तेरा चंगाई बन के, तेरा छुटकारा बन के, तेरी शांति बन के यीशु उतर आने वाला है. പറഞ്ഞാട്ട് കർത്താവ് എന്നെ ഒന്ന് തൊടണം. आज के दिन बोले यीशु तू मुझे छुए. നിങ്ങൾക്കൊക്കെ ഭാരമുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാം. तुम्हें बोझ वाला बहुत सारे समस्या होगा, പക്ഷെ നിങ്ങളെ യേശു ഈ പകൽക്കാലം ഒന്ന് തൊടാൻ പോകുകയാണ്. लेकिन तुम्हें यीशु आज के दिन छूने वाला है. യേശു നിങ്ങളെ തൊട്ട് കഴിയുമ്പോൾ यीशु जब तुम्हें छुएगा, തീയിൽ ചുള്ളി കത്തുന്നത് പോലെ कि आग में जैसे लकड़ी जलता है, നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ബന്ധനങ്ങൾ കത്തി മാറും. आपके जीवन जो बंधन है वो जल जाएगा. യേശു നിങ്ങളെ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ यीशु जब तुम्हें छुएगा, പർവ്വതം പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഉരുകി മാറും. पहाड़ों के जैसे समस्या आपके सामने जो खड़ा है वो मेम के जैसा पिघल जाएगा. വിശ്വസിക്കുന്നുണ്ടോ? विश्वास कर रहे हैं क्या? ഈ പകൽക്കാലം എന്നെ ഒന്ന് തൊടണം. बोलो यीशु आज के दिन मुझे जरा छू. അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഈ പകൽക്കാലം ഒന്ന് വെളിപ്പെടുവാൻ आज तेरा वो परमेश्वरी सामर्थ्य प्रकट कर. കുഞ്ഞുങ്ങൾ വന്നിട്ട് നമ്മൾ പാടി ഒന്ന് ആരാധിക്കാൻ പോകും. बच्चों लोग आगे आ जाए, आराधना ദൈവ करेंगे. സാന്നിധ്യത്തിന്റെ ശക്തി ഈ ആരാധനയുടെ നടുവിൽ ഒന്ന് വെളിപ്പെടട്ടെ. कि परमेश्वर के शांति की शक्ति आराधना के ചിലരെ बीच प्रकट होने പരിശുദ്ധാത്മാവ് ഈ दे. പകൽക്കാലം സ്പർശിക്കാൻ പോകുക. आज परमेश्वर लोगों को छूने वाला है, തീയിൽ ചുള്ളി കത്തുന്നത് പോലെ जैसे आग में लकड़ी जलता है. കർത്താവിന്റെ സാന്നിധ്യം ഒന്ന് വെളിപ്പെടാൻ പോകുക. परमेश्वर का सानिध्य प्रकट होने वाला है. അഗ്നി ജ്വാല പോലെ
अग्नि ज्वाला का തീയിൽ समान, ചുള്ളി കത്തുന്നത് പോലെ अग्नि में जैसा लकड़ी പർവ്വതങ്ങളെ जलता है, ഉരുക്കിക്കൊണ്ട് पहाड़ों को मेल യേശുവേ बना के, എന്റെ ജീവിതത്തിൽ ഒന്ന് ഇറങ്ങി വരണം. यीशु मेरे जीवन में उतर आना, ലോകം കാണട്ടെ കർത്താവേ, दुनिया देखने दे प्रभु, എന്നിലൂടെ കാണട്ടെ, मेरे द्वारा देखने നിന്റെ दे, ശക്തി നിന്റെ അത്ഭുതം ലോകം അറിയട്ടെ. तेरी सच्चाई तेरे चमत्कार दुनिया ദൈവവേദന നീ जाने। സൗഖ്യമായി കഴിയുമ്പോൾ, परमेश्वर के बच्चों, जब तू നിന്റെ चंगा होगा, പ്രശ്നം മാറുമ്പോൾ, तेरा समस्या दूर होगा, ലോകത്തിന്റെ മുമ്പിൽ നീ ഒരു അടയാളമാകാൻ कि പോകുക. दुनिया के सामने तू एक चिन्ह बनेगा। ലോകം പറയാൻ പോകുക അവനെ കണ്ടു നോക്ക്, അവന്റെ ജീവിതത്തിൽ യേശുവാണ് അത്ഭുതം ചെയ്തതെന്ന്. दुनिया बोले उसे देख, यीशु ने उसके जीवन में വേണ്ടേ? चमत्कार അങ്ങനെ ഒരു किया। വിടുതൽ വേണ്ടേ? दूसरा कोई छुटकारा ചേർന്ന് चाहिए? പാടി കർത്താവിനെ സ്തുതിക്കാം, एक ആരാധിക്കാം. साथ गा के परमेश्वर പ്രത്യേക धन्यवाद പ്രാർത്ഥന करेंगे। വേണ്ടവർ മുമ്പിലേക്ക് വന്നാട്ടെ. जो खास प्रार्थना चाहिए आगे आइए। വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ, എന്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും, എന്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ ഇന്നു നടത്തണമേ, ആത്മശക്തിയാൽ ഇന്നു നടത്തണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഓ ഇന്നു മെഴുകു പോലുരുക്കണമേ, ഇന്നു മെഴുകു പോലുരുക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മനീലങ്ങളെ ഒരുക്കിടുവാൻ, ആത്മനീലങ്ങളെ ഒരുക്കിടുവാൻ സ്വർഗസിയോനിലെ വിത്തു വിതപ്പാൻ, സ്വർഗസിയോനിലെ വിത്തു ഓ നല്ലവണ്ണമാ ഫലം കൊടുപ്പാൻ, നല്ലവണ്ണമാതു ഫലം കൊടുപ്പാൻ ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ, ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഓ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറും, ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം
എന്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. എന്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, ഓ പാപത്തിന്റെ എല്ലാ അന്ധകാരവും ഓ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, ഓ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. ഓ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഓ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ ഇന്നു നടത്തണമേ, ആത്മശക്തിയാൽ ഇന്നു നടത്തണമേ. ഓ കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഓ ഇന്നും മെഴുകു പോലുരുക്കണമേ, ഓ ഇന്നും മെഴുകു പോലുരുക്കണമേ. ഓ കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, ആമേൻ, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും മെഴുകു പോലുരുക്കണമേ, ഓ ഇന്നും മെഴുകു പോലുരുക്കണമേ. ഓ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണം, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ഓ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെല്ലാം മുറ്റുമായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വചനത്തിലൂടെ ഞങ്ങളുടെ ഇടപെട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവേ, നീ ഞങ്ങളുടെ നടുവിലേക്ക് ഒന്ന് ഇറങ്ങി വരണമേ. തീകൾ മെഴുകുരുകുന്നത് പോലെ, അഗ്നിജ്വാല പോലെ ഞങ്ങളുടെ നടുവിൽ ഒന്ന് എഴുന്നള്ളണം. ഞങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങളിൽ ഒരു പരിഹാരവും മറുപടി നീ വെളിപ്പെടുത്തണം. परमेश्वर तू हमारे बीच में उतर आना प्रभु, प्रभु हालेलुया. जैसा मेन യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിന്ന് ജനത്തെ ബ്ലെസ് ചെയ്യുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, हर एक को आशीषित करता है, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. हर एक जन आशीषित, എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ, आमीन आमीन. हर एक बीमारी दूर हो जाए, എല്ലാ സമാധാനങ്ങളും മാറിപ്പോകട്ടെ, असमाधान अशांति दूर होने दे യേശുവിന്റെ നാമത്തിൽ, यीशु के नाम से. especially those who are here for the first time, खास तौर से जो पहली बार यहाँ आया है, bless them in the name of Jesus. हम उसे आशीष करते हैं यीशु के नाम से. Hallelujah. और ജീവിതത്തിൽ അനുഗ്രഹം വെളിപ്പെടട്ടെ. उन सबके जीवन में आशीष प्रकट